ഹരേ കൃഷ്ണ. അപ്പോൾ ഇനി എട്ടാമത്തെ അല്ലേ? അവസാനത്തെ സൗമദത്തി തദൈവച്ചാന്ന് ഏത് ശ്ലോകം? ഇതിലല്ലേ സൗമദത്തി. അത് കുഴപ്പമില്ല. സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നാണ് അർത്ഥം. കുഴപ്പമില്ല. ജയദ്രഥൻ വേറെയാ. അതെ, സൗമദത്തി തദൈവച്ചാന്നല്ലേ ജയദ്രഥാന്നല്ലേ? അതല്ലേ. ജയദ്രഥനുണ്ട്, ഭൂരിശ്രവസ് വേറെയാണ്. രണ്ടുപേരും വേറെ വേറെ ആൾക്കാരാണ്. അത് നോക്കാം നമുക്ക്. ഇനി ശ്ലോകം 8 നോക്കാം. അധ്യായം 1 ശ്ലോകം 8. അപ്പോൾ ഇനി ദുര്യോധനൻ്റെ സൈന്യത്തിലെ സ്വന്തം സൈന്യത്തിലെ ആൾക്കാരെ കുറിച്ച് പറയുകയാണ്. 8ാമത്തെ ശ്ലോകം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച കർണശ്ച കൃപശ്ച സമിതിം ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തദൈവ ച. ഇനി വായിച്ച് ശ്ലോകം വായിച്ചോളൂ. തദൈവ ച. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിർതദൈവ ച. ഹരേ കൃഷ്ണ. ഭവാൻ പറഞ്ഞോളൂ, ഏറ്റുപറ. ഭവാൻ അങ്ങും ഭീഷ്മച്ച ഭീഷ്മ പിതാമഹനും കർണഹാച്ച കർണനും കൃപഹാച്ച കൃപനും സമിതിം ജയ എന്നും പോരിൽ ജയിക്കുന്ന അശ്വത്ഥാമാവും വികർണഹാച്ച വികർണനും സൗമദത്തിച്ച സോമദത്തന്റെ പുത്രനും തദൈവച്ച അങ്ങനെ തന്നെ യുദ്ധത്തിൽ സദാ വിജയിക്കുന്നവരായ താങ്കൾ ഭീഷ്മർ, കർണൻ, കൃപൻ, അശ്വത്ഥാമാവ്, വികർണൻ, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരുമുണ്ട്. ഭാവാർത്ഥം വായിക്കുക. സ്വപക്ഷത്തുള്ള മികച്ച സേനാനികളെയും ദുര്യോധനൻ എണ്ണിപ്പറയുന്നു. യുദ്ധത്തിൽ തോൽവിയില്ലാത്തവരാണ് ആ വീരന്മാർ. വികർണൻ ദുര്യോധനന്റെ സഹോദരനും അശ്വത്ഥമാവ് ദ്രോണന്റെ പുത്രനും സൗമദത്തി അഥവാ ഭൂരിശ്രവസ് ബാഹ്ലീക രാജാവിൻ്റെ മകനുമാണ്. പാണ്ഡുവുമായുള്ള വിവാഹത്തിന് മുമ്പ് കുന്തിക്ക് പിറന്ന പുത്രനാകയാൽ അർജുനന്റെ ഭ്രാതാവാണ് കർണൻ. ദ്രോണാചാര്യരാകട്ടെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവും. അപ്പോൾ ഇനി ദുര്യോധനൻ സ്വന്തം പക്ഷത്ത് ആരൊക്കെയുണ്ടെന്ന് പറയണം. ഇതുവരെ പാണ്ഡവ പക്ഷത്തുള്ളവരെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി സ്വന്തം പക്ഷത്ത് പറയണം. ഭവാൻ ആചാര്യനോടല്ലേ പറയണം. അങ്ങുണ്ട്. പിന്നെ ആരാണുള്ളത്? ഭീഷ്മ പിതാമഹനുണ്ട്. പിന്നെ ആരാണ്? കർണനുണ്ട്. പിന്നെ കൃപാചാര്യർ എന്ന് കേട്ടില്ലേ? ഇവരുടെ കൂടെ എപ്പോഴും ഒരു ആചാര്യനുണ്ടാവും, കൃപാചാര്യർ. പിന്നെ അശ്വത്ഥമാവ് ആരാ? ദ്രോണാചാര്യരുടെ മകൻ അല്ലേ? പിന്നെ വികർണൻ ഇവന്റെ സഹോദരനാണ്. 100 പുത്രന്മാരിൽ ഒരാളാണ് വികർണൻ. വികർണനാണ് നമ്മുടെ വസ്ത്രാക്ഷേപം നടത്തുന്ന സമയത്ത് എതിർത്ത ഒരേ ഒരു അനിയൻ. വികർണനോട് ഭയങ്കര ദേഷ്യമായിരുന്നു ദുര്യോധനൻ. ഇത് ചെയ്യണത് തെറ്റാണ് എന്ന് എതിർത്ത ഒരു സഹോദരനാണ് വികർണൻ. പിന്നെ സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ്. ഈ സോമദത്തന്റെ പുത്രൻ പറയുമ്പോൾ ഭൂരിശ്രവസ് ബാഹ്ലീകം പറഞ്ഞ രാജ്യമുണ്ട്. ബാഹ്ലീകം എന്ന സ്ഥലത്തിൻ്റെ പേര്, രാജ്യത്തിൻ്റെ പേര്. ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മകനാണ് ഈ ഭൂരിശ്രവസ്. സോമദത്തൻ എന്നാണ് ആ രാജാവിൻ്റെ പേര്. സോമദത്തൻ്റെ പുത്രൻ. സോമദത്തൻ എന്നാണ് ബാഹ്ലീക രാജാവിൻ്റെ പേര്. ജയദ്രഥൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ വേറെ ആളുണ്ട്. ജയദ്രഥൻ വേറെ ആളാണ്. ദുശ്ശളയുടെ ഭർത്താവല്ലേ? ഞാൻ ചോദിച്ചത് സോമദത്തന്റെ മകനാണോ ജയദ്രഥൻ? അല്ല. സോമദത്തന്റെ മകൻ. അത് ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും ചിലപ്പോ കേട്ടാ. ജയദ്രഥൻ ഉണ്ട് ഇതില്. പക്ഷെ അത്
പുത്രനും ജയദ്രഥനും രണ്ടും ഒരാളല്ല, രണ്ടും വേറെ വേറെ ആണ്. അത് കുഴപ്പമില്ല, രണ്ടും ഒരു ശ്ലോകത്തിൽ ഉൾപ്പെടുത്തിയതായിരിക്കും. സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ് എന്നിവരുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം പക്ഷത്തെ സേനാനികളെ ദുര്യോധനൻ ഇങ്ങനെ പറയുകയാണ് അല്ലെ, ആരൊക്കെയാണ് യുദ്ധത്തിൽ തോൽവി ഇല്ലാത്തവരാണ് നിങ്ങൾ 3 പേര് അങ്ങും അല്ലേ, എന്നിട്ട് കുറച്ച് പുകഴ്ത്തിയൊക്കെ പറയാണ് സ്വന്തം കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ. കാരണം ദ്രോണാചാര്യർക്ക് ഇവർ ഇഷ്ടമല്ല, പാണ്ഡുപുത്രന്മാരാണ് ഇഷ്ടം. എന്നാലും ഭഗവാൻ നിവൃത്തികേടുണ്ട്, അന്നദോഷം സംഘദോഷം എല്ലാം അല്ല, അവരിൽ നിന്ന് അന്നം കഴിച്ചു പോയില്ലേ, കടപ്പാട് തീർക്കുകയാണ്. നമ്മളും അങ്ങനെ ചെയ്യണില്ലേ, ചിലപ്പോൾ ചിലത് ഇഷ്ടമില്ലെങ്കിൽ സഹിക്കണം. എന്തുകൊണ്ടാണ്? അത് നമ്മൾ കടപ്പാടുണ്ട് ചിലത്, ആ കടപ്പാടാണ് ഇവർക്ക് വന്നത്. എന്താണ്, അവരുടെ കൂടെ ജീവിച്ചു. ദരിദ്രനായിരുന്നു ദ്രോണാചാര്യർ. ഫുഡ് കിട്ടി തുടങ്ങിയത് ഈ രാജാവിൻ്റെ അവിടെ വന്നപ്പോഴാണ്. അപ്പോൾ ആ അന്നത്തിൻ്റെ കടപ്പാടാണ് ഇവർ വീട്ടുന്നത്, ഇഷ്ടം കൊണ്ടല്ല അല്ലേ. കർണനാണെങ്കിലോ, കർണൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, കർണനെ സൂതപുത്രനെ കളിയാക്കിയില്ലയോ ഭീമനൊക്കെ അല്ലേ. ഭീമൻ കളിയാക്കിയപ്പോൾ എന്താണ് ആൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഈ സമയത്താണ് ശത്രുക്കൾ നമ്മളെ പിടിക്കുക അല്ലേ. ആരെ പിടിച്ചത്? ദുര്യോധനൻ. ഇവിടെ ഒരാൾക്ക് നാണക്കേട് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കൂടെ നിൽക്കാൻ വരികയാണ് ആര്? ദുര്യോധനൻ. ദുര്യോധനറിയാം അർജുനെ തോൽപ്പിക്കുക ഒരാൾക്കേ പറ്റുള്ളൂ, കർണനെ പറ്റുള്ളൂ. കർണൻ വില്ലാളി വീരനാണെന്നറിയാം. അപ്പോൾ ഇവനെ കയ്യിൽ കിട്ടാനുള്ള ഒരു സമയമാണ്. ഇപ്പോൾ അവർ കളിയാക്കണ സമയത്ത് അവൻ്റെ കൂടെ കൂടി പിടിച്ചു. അപ്പോൾ ഇവിടെ കർണനെ പറ്റി തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ദോഷം നമുക്ക് ഒരാളുടെ നിന്ന് ചീത്ത സംഭവിച്ചാലും നമ്മൾ തെറ്റായ ആൾക്കാരുടെ കൂട്ടുകൂടാൻ പാടില്ല. അപ്പോൾ നമ്മുടെ വീട്ടുകാർ അധിക്ഷേപിച്ച് വയ്ക്കുക, നമ്മൾ പിന്നെ അടുത്ത വീട്ടുകാരുടെ കൂടെ നമ്മുടെ വീട്ടുകാർ ശത്രുവിൻ്റെ കൂടെ കൂടിയിട്ട് ഇവരെ തോൽപ്പിക്കാൻ നിൽക്കാൻ പാടില്ല അല്ലേ. അതാണ് കർണൻ ചെയ്ത തെറ്റതാണ്. ശരി, എനിക്ക് യോഗ്യതയില്ല, പോട്ടെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, എനിക്ക് യോഗ്യത ഭഗവാൻ തരാണ്ടല്ലേ ആ യോഗ്യത എന്ന് വിചാരിച്ചിട്ട് വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഈ ശത്രുപക്ഷത്ത് നിൽക്കില്ലായിരുന്നു. ഇപ്പോൾ ദേഷ്യം വന്നില്ല, വൈരാഗ്യം എന്നുവെച്ചാൽ ശത്രുത വന്നു ഇവരോട്. ആരോട് ശത്രുത? പാണ്ഡവരോട് ശത്രുത വന്നു. എന്നെ ഇങ്ങനെ സൂതൻ എന്ന് പറഞ്ഞ് കളിയാക്കി എന്നുള്ള ആ ശത്രുത വന്നിട്ട് അതിനെ എതിർക്കാൻ ഇവൻ്റെ ശത്രുവിൻ്റെ കൂടെ കൂടി. അപ്പം മൊത്തം അവൻ സ്വന്തം അവരവരെ തന്നെയാണ് ചതിക്കണത്, സ്വന്തം അനിയന്മാരെ തന്നെയാണ് കൊല്ലണം അല്ലേ. അപ്പോൾ നമുക്കും ഇതുപോലെ വരും വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആരെങ്കിലും നമ്മളെ തരംതാഴ്ത്തോ കളിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരെ എതിർക്കാൻ വേണ്ടി നമ്മൾ അവരെ ശത്രുവോട് ചിലപ്പോൾ നമ്മളെ തന്നെയാണ് നമ്മൾ തോൽപ്പിക്കുന്നുണ്ടാവുക. അങ്ങനെയൊക്കെ ഒരുപാട് ജീവിതത്തിൽ വരും. അതൊക്കെയാണ് കർണനെ പറ്റിയ സംഭവങ്ങൾ, അതൊക്കെയാണ്. നമുക്കത് നമ്മളെ ഒരാൾ തരം താഴ്ത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത് ഭഗവാന്റെ ഇച്ഛ അതാണ് വിചാരിച്ചിട്ട് വിട്ട് കളയാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ടു. ഇവിടെ ശാസ്ത്ര സ്വഭാവമല്ലേ, ഈ ക്ഷത്രിയ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കാണ്, യുദ്ധത്തിൽ ഏർപ്പെടുക, എന്തിനും വഴക്കൂടും അല്ലേ. അപ്പോൾ അതിന് എതിർത്ത് ബ്രാഹ്മണ സ്വഭാവം പറഞ്ഞാൽ അങ്ങനെയില്ല, അവർ വിട്ടുകളയും. അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. സ്വഭാവം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ദ്രോണാചാര്യരും അശ്വത്ഥമാവൊക്കെ ബ്രാഹ്മണനാണ്, പക്ഷെ അങ്ങനെയല്ല. ശരിക്കും ബ്രാഹ്മണർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൈരാഗ്യം ഉള്ളിൽ വെക്കേണ്ടത്, വിട്ട് കളഞ്ഞ് ഈശ്വരൻ എന്താണ് വിധി, അത് ശരിയായൊരു ബ്രാഹ്മണൻ പറഞ്ഞാൽ കുചേല ബ്രാഹ്മണനെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അഞ്ച് വീട്ടിലാണ് ഭിക്ഷ യാചിക്കാൻ പാടുള്ളൂ. ഒരു ദിവസം 5 വീട്ടിൽ നിന്ന് ഒന്നും കൊടുത്തില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ദേഷ്യം വന്നൊന്നുമില്ല അല്ലേ, എൻ്റെ ഭഗവാൻ ഇന്ന് എനിക്ക് ഉപവാസമാണ് വിധിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് അന്ന് വെറും വെള്ളം കുടിച്ച് പട്ടിണി കിടന്നു. അതാണ് യഥാർത്ഥ ബ്രാഹ്മണൻ. എൻ്റെ ഭഗവാൻ എന്താണോ എനിക്ക് ഇച്ഛിക്കണം അതേ കിട്ടുള്ളൂ. ഇവരങ്ങനെയല്ല, ഭഗവാന്റെ ഇച്ഛയല്ല നോക്കണത് അല്ലേ. എതിർത്ത് വഴക്കുണ്ടാക്കി നേടിയെടുക്കാനാണ് കർണൻ നോക്കിയത്. എനിക്ക് ഭഗവാന്റെ ഇച്ഛയില്ല, എനിക്ക് കഴിവുണ്ടെങ്കിലും ഭഗവാൻ ഈ ജന്മത്തെ എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് വെച്ചാൽ വിട്ട് കളയുന്നതിന് പകരം അത് ഞാൻ നേടിയെടുക്കുന്ന കൊണ്ട് ഓപ്പോസിറ്റ് ചേർന്ന് അല്ലേ. ഓപ്പോസിറ്റ് ചേർന്നില്ലെങ്കിൽ ഇത് ഇന്നായാലും ഉയർന്നു വന്നേനെ അല്ല. ആ ഒരു നന്മയുള്ള കാരണം, ആ കഴിവുള്ള കാരണം ഉയർന്നു വന്നേനെ. പക്ഷെ അപ്പോഴേക്കും ഓപ്പോസിറ്റ് പക്ഷം ചേർന്ന കാരണം വലിയ തോൽവി സംഭവിച്ചു കർണൻ അല്ലേ. അപ്പോൾ അതൊക്കെ അങ്ങനെ കുറേ പഠിക്കാനാണ് നമുക്ക് ഇതിൽ, ഓരോ ക്യാരക്ടറിൽ നിന്ന് നമുക്ക് പഠിക്കാൻ. നമ്മുടെ ജീവിതത്തിൽ വരും ഇതൊക്കെ, നമ്മൾ വിചാരിക്കും വരില്ലെന്ന്, പക്ഷെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കേണ്ട അവസ്ഥകൾ വരും അല്ലേ. സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് പറ്റാത്ത അവസ്ഥ വരും. നമ്മുടെ കുറച്ച് സ്വാർത്ഥത വരും, അവിടെ നമുക്ക് സ്വാർത്ഥത വരും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ തോൽപ്പിക്കും. ഭഗവാന്റെ കക്ഷിയിലല്ലാണ്ട് മാറുന്നത്, ഓപ്പോസിറ്റായി മാറും. ഭഗവാന്റെ കക്ഷി എപ്പോഴും എന്താ, ഭഗവാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നവരാണ് അല്ലേ ഭഗവാന്റെ കക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെന്താണ് ഇവിടെ പറയണത്? അശ്വത്ഥാമാവ്, ദ്രോണൻ്റെ പുത്രൻ, അവിടെ കുറേ പേര് പറഞ്ഞു. ഭീഷ്മ പിതാമഹൻ അല്ലേ. ദ്രോണാചാര്യർ എന്തുകൊണ്ട് വന്നു നമുക്കറിയാം. എന്താണ്, ദ്രോണാചാര്യർ പട്ടിണി ആയതുകൊണ്ട് ഇവരുടെ എന്താണ് ഫുഡ് കഴിക്കേണ്ടി വന്നതും ഇവരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തതും. ഗുരുസ്ഥാനം കൊടുത്തപ്പോൾ ആൾക്ക് ജീവിക്കാനുള്ളൊരു മാർഗം കിട്ടിയത് അങ്ങനെയാണ്. അപ്പോൾ ദ്രോണാചാര്യം ഇങ്ങോട്ട് വന്നു. പിന്നെ ഭീഷ്മ പിതാമഹൻ എന്താണ് സംഭവം? അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞ കാരണം, ഹസ്തിനപുരത്തിൻ്റെ കൂടെ നിന്നുള്ള സത്യവതിയുടെ അച്ഛന് വാക്ക് കൊടുത്ത്, ഓർമ്മയില്ലേ സത്യവതി? ശാന്തനു മഹാരാജാവ്. ശാന്തനു മഹാരാജാവ് ആരാണ്? ഗംഗാദേവി. ഗംഗാദേവിയെ ആളുടെ അച്ഛൻ, ഭീഷ്മ പിതാമഹൻ്റെ അച്ഛൻ. ഭീഷ്മ പിതാമഹൻ്റെ അമ്മയാണ് ഗംഗാദേവി അല്ലേ. അപ്പോൾ ശാന്തനു മഹാരാജാവ് ആദ്യം കല്യാണം കഴിച്ച ആരാ? ഗംഗാദേവി.
ഗംഗാദേവിയെ കല്യാണം കഴിച്ചു. ഗംഗാദേവി പക്ഷെ കുറേ കണ്ടീഷൻ പറഞ്ഞു അല്ലേ, ഞാൻ എന്ത് ചെയ്താലും അതിന് എതിര് പറയരുത്, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ സമ്മതിക്കുള്ളൂ, കല്യാണത്തിന് സമ്മതിക്കുള്ളൂ. എന്താ ചെയ്യണം മൂപ്പര്? ആദ്യം ഉണ്ടായ കുട്ടീനെ തന്നെ അപ്പം തന്നെ മുക്കിക്കൊല്ലേ ചെയ്യണത്. ഒന്നും വേണ്ടില്ല ആളല്ലേ. 7 പേരെ അങ്ങനെ മുക്കിക്കൊന്നു ഗംഗാദേവി. 8ാമതായപ്പോഴാണ് രാജാവ് സംസാരിച്ച ഉടനെ ഗംഗാദേവി കുട്ടീനെ ആളെ ഏൽപ്പിച്ചിട്ട് പോയി. 8ാമത്തെ ആളാണ് നമ്മുടെ ഭീഷ്മപിതാമഹൻ. ഇതെന്താണ് ഈ കഥകളൊക്കെ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അഷ്ടവസ്തുക്കളാണ് ഇവർ, ഈ 8 പേര്. ഗംഗാദേവിക്ക് പറഞ്ഞ 8 മക്കൾ പറഞ്ഞ അഷ്ടവസ്തുക്കൾ. ഈ അഷ്ടവസ്തുക്കൾ ബ്രഹ്മാവിനെ കളിയാക്കിയത് കൊണ്ട് അല്ല അങ്ങനെ എന്തോ ആണ് സംഭവം, എനിക്ക് ആ കഥ ഓർമ്മയുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. കളിയാക്കിയത് കൊണ്ട് അവർക്ക് ശാപം കിട്ടിയിട്ടാണ് അവർ ഭൂമിയിൽ ജനിക്കണത് ശാപം കിട്ടിയിട്ടല്ല, നല്ലോണ്ട് ജനിച്ചിട്ടില്ല നമ്മളൊക്കെ. നമ്മുടെ വിചാരം ഇവിടെ വലിയൊരു കാര്യമാണെന്നാണ്. പക്ഷെ നമ്മുടെ പൊസിഷൻ വേറെയാണ്. പക്ഷെ അവിടെ നിന്ന് വളരെ മോശം അവസ്ഥയിലേക്കാണ് വന്നേക്കണേ. അപ്പോൾ ഈ അഷ്ടവസ്തുക്കൾ പറഞ്ഞപ്പോൾ അഷ്ടദിക്പാലകരാണല്ലേ അവർ. ഒരു വൈഷ്ണവൻ, ബ്രഹ്മാവ് പറഞ്ഞൊരു മഹാവൈഷ്ണവൻ ഭക്തനല്ല, അദ്ദേഹത്തിനെ കളിയാക്കി എന്തോ കാര്യത്തിന്. സരസ്വതിയുടെ പിന്നാലെ പോയനാണോ എന്നൊരു സംശയം. ഈ കഥയിലെ ചിലപ്പോൾ മാറ്റം ഉണ്ടാവട്ടെ. എന്തായാലും അവർക്ക് ശാപം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് ഭീഷ്മപിതാമഹനാണ്. അപ്പോൾ അവർ 7 പേരും ഭൂമിയിൽ ജനിച്ച ഉടനെ മരിക്കാനുള്ള അനുഗ്രഹം, ജനിച്ച ഉടനെ അവർക്ക് തിരിച്ചു പോവാം. ഭീഷ്മപിതാമഹൻ കുറച്ച് പാപം കൂടുതൽ ചെയ്തുകൊണ്ട് ഇവിടെ കുറക്കാലം ഇരിക്കണം. അതുകൊണ്ട് ആ സമയമായപ്പോൾ ഈ രാജാവിന് സംസാരിക്കാൻ തോന്നി, ഗംഗാദേവി ആളവിടെ ഇട്ടിട്ട് പോയി അല്ലേ. അതാണ് ആ ജനനം ഉണ്ടായത്. പിന്നെയാണ് സത്യവതീനെ ഇഷ്ടപ്പെടുന്നത് അല്ലേ, കല്യാണം കഴിക്കുന്ന ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്ഛൻ വളരെ വിഷമമായിട്ട് ഇരിക്കണു. പക്ഷെ അച്ഛന് വിഷമം, മോനുണ്ടല്ലോ അല്ലേ. സത്യവതിയുടെ അച്ഛനാണെങ്കിൽ പറയും, നിങ്ങളുടെ അല്ലേ എൻ്റെ മകൾക്ക് ജനിക്കണ മക്കൾ വേണം ഇവിടുത്തെ അധികാരത്തിൽ വരാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ സത്യവതീനെ കല്യാണം കഴിച്ചു തരുള്ളൂ. അപ്പോൾ ആൾക്ക് വിഷമമായി. എൻ്റെ ഭീഷ്മപിതാമഹൻ അല്ലേ, ഭീഷ്മപിതാമഹൻ ദേവവ്രതൻ എന്നാണ് അവൻ്റെ പേര്, ദേവവ്രതൻ എന്ന് പേര്. അപ്പോൾ ആ വിഷമം കാരണം ആൾ മൂകമായിട്ടിരിക്കും. സത്യവതി വേണേനും തൻ്റെ മകൻ്റെ സ്ഥാനം കൊടുക്കാനും ഇഷ്ടമില്ല. അങ്ങനെ മൂകമായിരുന്നപ്പോഴാണ് ഇദ്ദേഹം കുറേ ചോദിച്ചു അച്ഛനോട്, പക്ഷെ അച്ഛൻ പറഞ്ഞില്ല. അപ്പം മകൻ എന്ത് ചെയ്തു, അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. അവരൊക്കെ അന്നത്തെ കാലത്തെ മക്കളൊക്കെ അങ്ങനെയാണ്. അച്ഛനല്ലേ നമ്മളൊക്കെ വേണമെങ്കിൽ പോയി പണി നോക്കാൻ പറയും, അച്ഛന് വേറെ കല്യാണം കഴിക്കണം പറഞ്ഞാൽ അല്ലേ. അങ്ങനെയല്ലേ സത്യത്തിൽ, നമ്മൾ സമ്മതിക്കുക കൂടെ ഇല്ല. പക്ഷേ ദേവവ്രതൻ എന്താ ചെയ്തൊക്കെ എൻ്റെ അച്ഛൻ്റെ ഇഷ്ടം എന്താണോ നടത്തി കൊടുക്കാനായിട്ട് ആൾ അന്വേഷിച്ച് നടന്നപ്പോൾ സംഗതി ആൾക്ക് മനസ്സിലായി, ഇങ്ങനെ ഇന്നാണ് സത്യവതി ഉള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. സത്യവതിയുടെ അച്ഛൻ ഇങ്ങനെ കണ്ടീഷൻ വെച്ചിട്ട് പറഞ്ഞപ്പോഴാണ് സത്യവതിയുടെ അച്ഛനെ പോയി കാണുള്ളൂ. ഞാനാണ് അദ്ദേഹത്തിൻ്റെ മകൻ ദേവവ്രതൻ, എനിക്ക് ഈ രാജ്യമോ ഒന്നും വേണ്ടാന്ന് പറയും. അപ്പോഴാണ് ആൾ പറയണത്, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വന്നാലോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിവാഹമേ കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞ ചെയ്യണം. അതുകൊണ്ടാണ് ഭീഷ്മർ എന്ന് പേര്. ഭീഷ്മൻ എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞ. അല്ല, ഭീഷ്മ ശപഥം എന്നൊക്കെ ഭീഷ്മ പറഞ്ഞാൽ അങ്ങനെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭീഷ്മർ എന്ന് പേര് വന്നത്, ദേവവ്രതന്. അപ്പോൾ ഇത്രയും അച്ഛന് വേണ്ടിയിട്ട് ഒരു മകൻ ബലി കൊടുക്കണം അവൻ്റെ ജീവിതം അല്ലേ. രാമായണത്തിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ. അവിടെ ഗംഗാദേവിയുടെ, ശാന്തനു മഹാരാജാവിൻ്റെ ഗംഗാദേവിയുടെ. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലഘട്ടം പറഞ്ഞാൽ അതൊന്നും വേണ്ട, ആവശ്യത്തിനൊന്നും നോക്കുക പോലും മക്കൾക്ക് താല്പര്യമില്ലാത്തൊരു കാലഘട്ടമായി മാറി. കലിയുഗം അങ്ങനെയാണ്, നമ്മളൊക്കെ അതിൽ പെട്ടുപോയി. അപ്പോൾ അന്നത്തെ ഓരോ മക്കളുടെ കാര്യമാണ്. അച്ഛന് വേണ്ടി അവരുടെ സ്വന്തം ജീവിതം, വയസ്സായ അച്ഛന് വേണ്ട അവൻ്റെ ചെറുപ്പം ജീവിതം കളഞ്ഞു അല്ലേ. അങ്ങനെയാണ് ഭീഷ്മ. എന്നിട്ട് സത്യവതിയുടെ അച്ഛന് വാക്ക് കൊടുക്കുകയും ചെയ്യും. ഇവിടെ ഈ രാജ്യത്തിനെ സംരക്ഷിക്കാൻ ഞാൻ എല്ലാത്തിനും നിന്നുള്ളൂ അല്ലേ, ഈ രാജ്യത്തിന് എന്ത് വില കൊടുത്തും ഞാൻ ഈ ഹസ്തിനപുരത്തെ സംരക്ഷിക്കുന്ന വാക്ക് കൊടുത്തു. ആ വാക്കിൻ്റെ പുറത്താണ് ഇവരുടെ കൂടെ അവരെ തലമുറയുടെ കൂടെ ഇങ്ങനെ നിൽക്കണത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടല്ലേ. ഭഗവാൻ അതാണ് പറഞ്ഞത്, ഈ വാക്കൊന്നും തെറ്റാണ്, ഈ വാക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ലെന്ന് ഭഗവാൻ വാക്കുമാരനുണ്ടല്ലേ. ഭഗവാൻ കാണിച്ചു കൊടുക്കണേ ഭീഷ്മപിതാമഹന്, നീ നിന്റെ ഭീഷ്മപിതാമഹൻ മഹാഭക്തനാണ് അല്ലേ. അദ്ദേഹത്തിന് ഈ വാക്കിൻ്റെ പേരിൽ ടെൻഷൻ അടിച്ച് അന്നത്തെ ആൾക്കാർ വാക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാക്ക് മാറില്ല. നമ്മളെ വാക്ക് കൊടുത്ത് സുഖമായി മാറും. അന്നത്തെ ഓരോ ആൾക്കാരുടെ ഒരു ദൃഢതയാണിത്. അപ്പോൾ പക്ഷെ ഭഗവാൻ കാണിച്ചു തരുന്നത് എന്താണെന്നറിയോ, തെറ്റാണ് നമ്മുടെ വാക്ക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസത്യത്തിന്, ഒരു ദുർമാർഗീനെ സംരക്ഷിക്കണമെന്ന് മനസ്സിലാക്കിയ വാക്ക് മാറ്റണം എന്നാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. അതാണ് ഇവർക്ക് ഭീഷ്മപിതാമഹനോട് പറയണുണ്ട്. ഭഗവാൻ കുറേ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ഒന്ന്, അധർമ്മത്തിൻ്റെ കൂടെ എൻ്റെ എത്ര വലിയ ഭക്തൻ നിന്നാലും ഭീഷ്മപിതാമഹൻ പറഞ്ഞാൽ അറിയാം ഭഗവാന്റെ പരിശുദ്ധ ഭക്തനാണ്. അത്രയും വലിയ ഭക്തനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. എന്നിട്ട് പോലും ഭക്തനെ തോൽപ്പിച്ചു ഭഗവാൻ. എന്തിനു വേണ്ടിയിട്ട്? അധർമ്മത്തിൻ്റെ കൂടെ ഒരു ഭക്തൻ നിന്നാലും
ഭഗവാൻ അവരെ തോൽപ്പിക്കുക. എൻ്റെ സ്വന്തം ഭക്തനാണെന്നും പറഞ്ഞിട്ട് ഭഗവാൻ അതിന് അതാണല്ലോ ബാലിനെ ആ ശ്രീരാമൻ കൊല്ലണം. അതെ അതെ കൂട്ടു നിൽക്കില്ല എന്നുള്ളതാണ് അധർമ്മത്തിന്. രണ്ടാമത്തെ കാര്യം ഭീഷ്മ പിതാമഹനെ പഠിപ്പിക്കുകയാണ്. ചില വാക്കുകൾ കൊടുക്കുമ്പോൾ അത് അധർമ്മത്തിന് കൂട്ടു നിൽക്കുന്ന വാക്കാണ്, അതിനെ തെറ്റിച്ചോളൂ എന്നാണ് ഭഗവാൻ. അതാണ് ആയുധം എടുക്കില്ല എന്ന് വാക്ക് പറഞ്ഞു, പക്ഷെ ഭക്തന് വേണ്ടി ആയുധം എടുത്തില്ലേ, ചക്രമൊക്കെ എടുത്തിട്ട് ഓടി വന്നില്ലേ ഭീഷ്മ പിതാമഹനെ കൊല്ലാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇതിന്ന് പഠിക്കാനുണ്ട് ഭീഷ്മ പിതാമഹൻ്റെ കാര്യം. വികർണൻ പറഞ്ഞാൽ നല്ലൊരു വ്യക്തിയാണ് അല്ലേ. ദുര്യോധൻ്റെ കൂടെ വന്നിട്ടുള്ള പാർട്ടി അനിയനാണെങ്കിലും കൂടിയും മറ്റേ സാരി വലിക്കുന്ന സമയത്ത്, ദ്രൗപദിയുടെ സാരി അയക്കുന്ന സമയത്ത് വികർണൻ പറയും ഇത് ശരിയല്ല, ജ്യേഷ്ഠൻ ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇത് നമ്മുടെ ജ്യേഷ്ഠ സഹോദരിയാണ് അല്ലേ, ദേവി സമാനം, അമ്മയ്ക്ക് സമാനാണ് ഈ നമ്മുടെ ചേട്ടത്തിയമ്മ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സമാനമാണ്, അവരുടെ വസ്ത്രം അഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ വികർണൻ മാത്രമാണ് ഇതിനെടുത്ത് സംസാരിച്ചത്. അദ്ദേഹമാണ് ഈ വികർണൻ എന്ന് പറഞ്ഞത്. പിന്നെ എന്താണ് അശ്വത്ഥമാവ്, എല്ലാവർക്കും അറിയാം. അശ്വത്ഥമാവ് ദ്രോണാചാര്യരുടെ പുത്രൻ അല്ലേ, ഒരു വിവരമില്ലാത്തൊരു പാർട്ടി, ബ്രാഹ്മണന്റെ മകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ക്വാളിറ്റിയും ബ്രാഹ്മണരുടേതില്ല അല്ലേ. ആ അധർമ്മിയുടെ കൂടെ നിൽക്കുക മാത്രമല്ല അദ്ദേഹം ആഗ്രഹിക്കാത്ത പോലും ചെയ്തു. കിടന്ന് ഉറങ്ങിക്കിടക്കണ കുട്ടികളൊക്കെ ഒന്നില്ലേ, അതായത് ദുര്യോധനെ പോലും ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു. അധർമ്മിയായ ദുര്യോധനൻ പോലും സങ്കടപ്പെട്ടു എന്ന് പറഞ്ഞു ഉറങ്ങിക്കിടക്കണ കുട്ടികൾ. അദ്ദേഹം പാണ്ഡവരെ കൊല്ലാനാണ് ഏൽപ്പിച്ചത് ദുര്യോധനൻ, പക്ഷെ അദ്ദേഹം പാണ്ഡവരാൻ തെറ്റിച്ച് ഉറങ്ങിക്കിടക്കണ കുട്ടികളെയാണ് കൊന്നത്. അപ്പം അത്രയ്ക്കും ഒരു ദോഷം ഉള്ളതാണ് അശ്വത്ഥമാൻ. അതുകൊണ്ടാണ് ഭഗവാൻ ശപിച്ചത് അല്ലേ. അവസാനം ഭഗവാൻ അതെ അത് ഈ അശ്വത്ഥ അതെ പാല് അത്രയും ദാരിദ്ര്യമായിരുന്നു അന്ന്. ബ്രാഹ്മണരൊക്കെ പറഞ്ഞാൽ അങ്ങനെ ദാരിദ്ര്യപ്പെട്ടവർ തന്നെയാണ്. ഇപ്പോഴത്തെ പോലെയല്ല, ബ്രാഹ്മണർ അങ്ങനെ കഴിയുള്ളൂ, അവർ സമ്പാദിക്കില്ല. ദക്ഷിണ ആരെങ്കിലും കൊടുത്താൽ അത് സ്വീകരിച്ച് അതുകൊണ്ട് ജീവിക്കും. ഒരു 5 or 6 വീട്ടിൽ ഭിക്ഷയ്ക്ക് പോകും. ഭിക്ഷയ്ക്ക് യോഗ്യതയുള്ളത് ബ്രാഹ്മണർക്കാണ്. ബ്രാഹ്മണർ വേദപഠനം ചെയ്യണം, പൂജാതി കർമ്മങ്ങൾ ചെയ്തിട്ട് ജീവിക്കാൻ വേണ്ടി ഭിക്ഷ യാചിക്കണം. അതെങ്ങനെ 5 വീടുകളിൽ കൂടുതൽ ഭിക്ഷ യാചിക്കാൻ പാടില്ല. പിന്നെ ക്ഷത്രിയ രാജാക്കന്മാരോ അങ്ങനെ എന്താണ് വേറെ ആൾക്കാർ എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണം സ്വീകരിക്കുക, ഇങ്ങനെയാണ് അവർക്ക് പാടുള്ളൂ. അപ്പം അങ്ങനെ അന്ന് കിട്ടാത്തവരുണ്ട്. കിട്ടാത്ത ബ്രാഹ്മണർക്ക് ഒന്നും ഉണ്ടാവില്ല കഴിക്കാൻ, അങ്ങനെ പശു പോലും ഇല്ലാത്ത കാലം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളതായിരുന്നു ആര്, നമ്മുടെ ദ്രോണാചാര്യർ അല്ലേ. അശ്വത്ഥമാവനെ കഴിഞ്ഞു. പിന്നെ കർണനെ കുറിച്ച് പറഞ്ഞു. കർണനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. കർണൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. ആരാണ്, സഹസ്രകവചം എന്നുള്ള ഒരു അസുരനായിരുന്നു. പിന്നീട് എല്ലാം കർമ്മബന്ധങ്ങൾ തീർക്കാൻ വരണതാണ്. അപ്പം നമുക്ക് ഇന്ന് കാണുമ്പോൾ കർണൻ നല്ല ദാനധർമ്മിയെ തോന്നും, പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ അസുരനാണ്. ആ ബാക്കി തീർക്കാനാണ് ഈ വന്നേക്കുന്നത് അല്ലേ. അനുഭവിച്ചില്ലേ. അല്ല, നമുക്ക് അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാൻ അറിയാണ്ട് ഒന്നും സംഭവിക്കില്ലല്ലോ എന്ന് ഈശ്വര വിശ്വാസം ഉള്ളവർക്ക് ഒരു പ്രോബ്ലം ഇല്ല. മതി എന്ത് അനുഭവം വന്നാലും ഈശ്വര വിശ്വാസം ഉണ്ടെങ്കിൽ കൃഷ്ണൻ അല്ലേ ഇവിടെ ഉണ്ട്, നമ്മളെല്ലാം കണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ല, അത് സഹിക്കാൻ വെറുതെ കഴിവ് കിട്ടില്ല. നമുക്ക് ഈശ്വരന് വിശ്വാസം ഉണ്ടാവണം. ഈശ്വരൻ അറിയാണ്ട് ഒന്നും സംഭവിക്കില്ല. ഇങ്ങനെ ഞാൻ അനുഭവിക്കണേ എന്തോ ഒരു കാരണം ഇതിൻ്റെ പിന്നിലുണ്ടാവും. ഇങ്ങനെ ഒരാൾ എന്നെ ഇൻസൾട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ഒന്നല്ലേ കഴിഞ്ഞ് വരുമ്പോൾ അവർ ഇൻസൾട്ട് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിന് തക്ക ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മൾ ഇൻസൾട്ട് ചെയ്യണത് ശരിയെന്നല്ല പറഞ്ഞത്, കേൾക്കണ ആൾക്കാർ എങ്ങനെ വിചാരിക്കണമെങ്കിൽ എന്ത് വേണം, നമുക്ക് ഭക്തി ഉണ്ടാവണം. ഭക്തി ഇല്ലെങ്കിൽ നമ്മൾ എല്ലാം കാണാൻ ഈശ്വരനുണ്ട്, ഈശ്വരൻ്റെ മുന്നിൽ എങ്ങനെ നടക്കും. അപ്പം നടക്കണതിന് ഒരു കാരണം ഉണ്ടാവില്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യണവർക്ക് കൂട്ടല്ല ഞാൻ പറഞ്ഞു, ചെയ്യണത് തെറ്റ് തന്നെ, അത് ഭഗവാൻ കൊടുത്തോളും. പക്ഷെ അനുഭവിക്കണവരുടെ ഭാവം അങ്ങനെ ആയിരിക്കണം. കർണൻ്റെ ഭാവം അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവില്ല അല്ലേ. ആൾ വിട്ട് കർണനെ ഈ അർജുനോടുള്ള ശത്രുത കൊണ്ട് അർജുനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പരശുരാമനോട് നുണ പറഞ്ഞ്, പരശുരാമനാണെങ്കിൽ ബ്രാഹ്മണരെ പഠിപ്പിക്കുള്ളൂ എന്നുള്ളതാണ്. കാരണം ആൾക്ക് ക്ഷത്രിയരെ ഭയങ്കര ദേഷ്യമായിരുന്നു. 21 ക്ഷത്രിയ തലമുറേനെ കൊന്ന പാർട്ടിയാണ്. എന്നിട്ടുള്ള കേരളം ഉണ്ടായതൊക്കെ നമുക്കറിയാം. കേരളത്തിനെ ബ്രാഹ്മണർക്ക് കൊടുത്തിരുന്നത് 8 പേരിലുള്ള ബ്രാഹ്മണ സമുദായത്തിന് കേരളത്തിന് കൊടുത്തത് പരശുരാമനാണ്. അതിനെ നശിപ്പിച്ചു അവർ. എന്നാലും അവർ പറഞ്ഞത് കേരളം ഇത്രയും സുന്ദരമാക്കിയതും പരശുരാമനാണ്. ഇത്രയും നദികളും ഐശ്വര്യം, അതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് കേരളം അറിയപ്പെടുന്ന വെറുതെ അല്ല, അത് പരശുരാമൻ മഴുവെറിഞ്ഞിട്ട് കൊടുത്തു തന്നെയാണ്. ഈ ക്ഷത്രിയന്മാർ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഉപദ്രവിച്ചില്ലേ, ജമദഗ്നി മഹർഷിനെ, ക്ഷത്രിയ രാജാക്കന്മാർ അവർ മുഴുവൻ 21 തലമുറ കൊന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒരുപാട് സങ്കടം ഉണ്ടായി പരശുരാമന്. അത് ഇദ്ദേഹം തന്നെ ചെയ്തതല്ലേ, അച്ഛൻ്റെ രേണുകേനെ. അതിനുശേഷം കാമധേനുവിനെ കിട്ടാൻ വേണ്ടി വേറെ രാജാവ് അവരുടെ അച്ഛനെയൊക്കെ കൊല്ലണുണ്ട്, ജമദഗ്നി മഹർഷിനെയൊക്കെ കൊല്ലണുണ്ട് ക്ഷത്രിയന്മാർ രാജാക്കന്മാർ. അപ്പം ആ ദേഷ്യത്തിനാണ്
ഈ ക്ഷത്രിയ സ്വഭാവം ശരിയല്ല, ഈ ക്ഷത്രിയന്മാർ ഈ ഭൂമിയിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് 21 തലമുറ കൊന്നതിന് ശേഷമാണ് ബ്രാഹ്മണർക്ക് ഈ പരശുരാമൻ കൊടുക്കുക. അതുകൊണ്ട് അദ്ദേഹത്തിന് ബ്രാഹ്മണരെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ത് പഠിപ്പിക്കാനും. കാരണം അവർ മാത്രമേ നല്ലതുള്ളൂ എന്ന് വിചാരിച്ച് ക്ഷത്രിയന്മാർക്ക് ഇപ്പോഴും വൈരാഗ്യം വഴക്കും അടിയല്ലേ, അത് കാരണമാണ് അവർ ആളങ്ങനെ ചെയ്തത്. ആ സമയത്താണ് ഈ പരശുരാമൻ്റെ അടുത്ത് ശിഷ്യത്വത്തിന് ആരും കർണം പോണത്. കർണം നുണ പറയുക ചെയ്യുന്നത് ബ്രാഹ്മണനാണെന്ന്. പക്ഷെ പിന്നീട് അത് വെളിവാക്കും. സൂതപുത്രനാണെന്നും പറഞ്ഞില്ല, ക്ഷത്രിയനാണ്, ശരിക്കും ക്ഷത്രിയനാണ്. പക്ഷെ അതുമല്ല പറഞ്ഞത്, നുണ പറഞ്ഞു ബ്രാഹ്മണനാണെന്ന്. ഇപ്പോൾ ഒരു ഗുരുവിനോട് നുണ പറയാൻ പാടില്ല. അപ്പം അവിടെയും കണ്ട ഒക്കെ ശാപത്തിനോട് കർണം ചെയ്തു വെച്ചില്ല. ആ പാസ്റ്റ് കർമ്മമാണ് അതിൻ്റെ കാരണം അല്ലേ, ഒക്കെ അത് ചെയ്തു വെച്ചത്. സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈശ്വരവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. ശരിക്കും വിശ്വാസം പറഞ്ഞാൽ വെറുതെ നമ്മൾ അമ്പലത്തിൽ വന്നുകൊണ്ട് മാത്രമല്ല, നമുക്ക് ദൃഢമായിട്ട് നമ്മുടെ കൂടെ ഏത് കാര്യത്തിലും ഭഗവാനുണ്ട്. അപ്പോൾ ഭഗവാൻ ഉണ്ടായിട്ട് എന്തുകൊണ്ട് എനിക്കങ്ങനെ സംഭവിച്ചു? ഭഗവാൻ എന്നെ കാണുന്നുണ്ട്, ഞാനും ഭഗവാനെ കാണുന്നുണ്ട്, ഇത് ഉറപ്പാണ്. സർവ്വ ദിക്കിലും ഭഗവാനുണ്ട്, ഉറപ്പാണ്. പിന്നെ എനിക്ക് സംഭവിക്കുന്ന ഒരു കാരണം എൻ്റെ പിന്നിലുണ്ട്. ഭഗവാൻ അവിടെ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം കൊണ്ട് നമ്മൾ സഹിക്കാൻ എന്ന് പഠിക്കണോ. നമ്മളെല്ലാവരും അങ്ങനെ പഠിക്കണോടുകൂടി പ്രശ്നങ്ങൾ ഒഴിയും. പക്ഷെ അത് നമ്മൾ സഹിക്കില്ല. ക്ഷത്രിയ സ്വഭാവം വരുമ്പോൾ നമ്മൾ സഹിക്കില്ല, പകരം വീട്ടാൻ നോക്കും. നീ അങ്ങനെ ചെയ്തോ, നീ ശരിയല്ല പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്വസ്ഥത ഇല്ലാതിരിക്കുന്നത്. സ്വസ്ഥത വരണമെങ്കിൽ സഹിക്കുക തന്നെ വേണം. സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ അറിയാം അല്ലേ, എല്ലാവർക്കും വേണ്ട സമാധാനമാണ്. ഹരേ കൃഷ്ണ, സമാധാനമാണ് എല്ലാവർക്കും വേണ്ടത്. സമാധാനം കിട്ടണമെങ്കിൽ നമ്മൾ ഓരോന്നിനെ എതിർത്ത് വഴക്കുണ്ടാക്കി ഓരോ സത്യം ഓരോന്നിനും ചോദ്യം ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊക്കെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രതികരിച്ചാൽ വീണ്ടും എനിക്ക് തന്നെ തിരിച്ചടി കിട്ടും ഇഷ്ടം പോലെ. അത് പ്രതികരിക്കാൻ തുടങ്ങിയാൽ അതായത് ഫുൾ ടൈം പ്രതികരിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കടയിൽ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറയുന്നത്, ഞാൻ ഫസ്റ്റ് വന്നിട്ടുണ്ടാവും, എനിക്ക് കുറേ ഐറ്റം വാങ്ങിക്കാം. ഇടയിൽ ഓരോ ആൾക്കാർ വന്ന് വാങ്ങിച്ചിട്ട് ഇവർ കൊടുക്കും, നമുക്ക് തരില്ല, നമ്മളെങ്ങനെ നിർത്തും, നമുക്ക് കുറേ ഐറ്റം ഉണ്ടാവുമല്ലോ പറഞ്ഞിട്ട്. പക്ഷെ അത് അധർമ്മമാണ് ചെയ്യണം. ചോദ്യം ചെയ്താൽ നമ്മൾ നാണം കെടും. എനിക്ക് തരുമെന്ന് പറയുമ്പോൾ നമ്മളെന്തോ പ്രശ്നം ഉണ്ടാക്കണ പോലെയോ. മിണ്ടാതിരുന്ന് കഴിഞ്ഞ് വരുന്നവർക്ക് മുഴുവൻ കൊടുത്ത് നമ്മളവിടെ നിന്ന് ഒരു കടയിൽ പോലെ അങ്ങനെ ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം. എവിടെ തൊട്ട് നമ്മൾ തല്ലുവിടാൻ തുടങ്ങണം, എവിടെ ചെന്നാലും ഈ വേണ്ട തോന്നൂല്ല. ഞാനങ്ങനെ വേണ്ടിയിട്ടുണ്ട്, ഞാൻ വഴക്കുണ്ടാക്കി വെച്ചാൽ എവിടെ ചെന്നാലും ഈ അധർമ്മം അനീതി നമുക്ക് കലിയുഗത്തിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും. എന്തിലും പ്രോബ്ലം. അപ്പം മിണ്ടാതെ നിന്ന് ശീലിക്കാൻ നമുക്ക് പറ്റണമില്ല. തെറ്റ് കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റണമില്ല. എന്നാൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും വലിയ കുറ്റക്കാരായി മാറും, നമ്മളൊരു പ്രശ്നക്കാരായിട്ട് മാറും. അങ്ങനെയാണ് സത്യം, നമ്മുടെ കൂടെയാണെങ്കിലും പ്രശ്നക്കാരായി മാറും. അപ്പോൾ ഇതിൽ നമുക്ക് മിണ്ടാതിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലേ, നമ്മൾ അതിന് നമുക്ക് ഈ ഭക്തി വരണം. അത് നമ്മൾ ഓരോ പോയിന്റിലും കൃഷ്ണനെ ഓർക്കണം. നമ്മൾ ഇപ്പം നാമം ജപിക്കുകയാണെങ്കിൽ വേറൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് മറന്നു പോകും, പിന്നെ ഈ പഠിച്ചതൊക്കെ മറന്നു പോകും അല്ലേ. അവിടെ ചെന്നിട്ട് നമ്മൾ സംസാരിക്കും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങൾ, എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണത് എന്താ പറയുക, കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഒരു തുളസിക്കുട്ടിക്ക് ഒരു അത് ഭഗവാൻ തന്നെ ചെയ്യണ പണി കേട്ടോ, മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തെറ്റ് കണ്ട പറയണ സ്വഭാവം പണ്ട് തൊട്ടേ ഉണ്ട്. അത് നിർത്തിക്കണം എന്ന് ഭഗവാനുണ്ട്, പ്രതികരണം ഒന്ന് നിർത്തിക്കണം എന്ന്. എൻ്റെ മോൾക്ക് ആധാർ കാർഡ് എടുക്കാനായിട്ട് ഞാൻ ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉണ്ടായ അനുഭവം ആയതുകൊണ്ട്. ആധാർ കാർഡ് എടുക്കാനായിട്ട് ഇവിടെ ഒരു അംഗൻവാടിയിൽ പോയി. അപ്പോൾ അവൾക്കപ്പോൾ എത്ര 3 വയസ്സാണ് മറ്റുള്ളത്. 3 വയസ്സിലങ്ങോട്ടല്ലേ നമ്മൾ ആധാർ കാർഡ് ഉണ്ണികൾക്ക് എടുക്കുന്നത്. ചെറിയ കുട്ടികളല്ലേ എല്ലാവരും, ഇതേ പ്രായമുള്ളവരെ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 44ാമത്തെ ആണ് അങ്ങനെ വരിക്കൂ നിൽക്കണം. അപ്പോൾ അത് തന്നെ 12 മണി കഴിയും കിട്ടുമ്പോൾ. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഈ ടീച്ചർക്ക് പരിചയമുള്ള 3-4 പേര് ഞങ്ങളുടെ മുന്നിലേക്ക് കയറ്റി. ദേഷ്യം വന്നു. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഒക്കെ പ്രതികരിച്ചു കേട്ടോ. അത് ദേഷ്യം വന്നിട്ട് പലതൊക്കെ പറഞ്ഞു. അവസാനം അവരിനെ നമ്മുടെ ബാക്കിൽ നിന്നിട്ട് നമ്മുടെ മുന്നിൽ നമ്മൾ തർക്കിച്ച കാരണം ഞങ്ങളുടെ കുട്ടികളും ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞു. സത്യമാണ് നമ്മൾ ചെയ്തത്, നമ്മൾ തെറ്റൊന്നുമല്ല ചെയ്തത്. ഭഗവാൻ ചെയ്ത പണിയാണ്, ഭഗവാൻ തോൽപ്പിച്ച് കാണിച്ചത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എൻ്റെ ഊഴെത്തിയപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറഞ്ഞയച്ചു. പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും 5 മണിയായി. എല്ലാം കഴിഞ്ഞു. അവിടെയുള്ള ക്യൂവിലുള്ള ലാസ്റ്റ് മെമ്പർ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് എനിക്ക് ആധാർ കാർഡ് കിട്ടി. ആ ഭഗവാൻ അതാണ് ഏറ്റവും അവസാനം. അതായത് എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഈ തർക്കിക്കുന്നത്, ആ തർക്കത്തിന് എന്നെ തോൽപ്പിക്കുന്ന ഇവരല്ല കേട്ടോ. ഭഗവാൻ നമ്മളുടെ പ്രതികരണം നിർത്തിയിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പഠിക്കൂ. അത് വിട്ടുകളയേ, നമുക്ക് ആ സമയമായിട്ടില്ല എന്ന് വെച്ചിട്ട് നീ വിട്ടുകളയുന്നതാണ്. നമ്മളാ ചോദ്യം ചെയ്യണത് എന്നെ തോൽപ്പിക്കാനാണ്, നമുക്കതറിയാം. ഇതുപോലെ നമുക്ക് വേറൊരു അനുഭവം ഉണ്ടായി. എന്താണ് ഒരു ഇഞ്ചക്ഷൻ കിട്ടിയില്ല നമുക്ക്, കൊറോണയ്ക്ക് ഇഞ്ചക്ഷൻ. അത് ഞാൻ ഗവൺമെൻറ്റിൽ അവിടെ പോയിട്ട് എടുത്തത്. അപ്പോൾ ഫ്രീ ആയിരുന്നല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതുപോലൊന്നും തർക്കിക്കില്ല. ഓരോ
ഓരോ സ്ഥലങ്ങൾ വിളിക്കണമല്ലോ, 45-ാം ഡിവിഷൻ, ഓരോ ഡിവിഷൻ കേട്ടല്ലേ. അപ്പോൾ നമ്മുടെ അന്ന് ഞങ്ങൾ 55-ാം ഡിവിഷനിലാണ് താമസിക്കുന്നത്. അപ്പോൾ 45 കഴിഞ്ഞിട്ട് വേണം 55 വിളിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ജപിച്ച് മിണ്ടാതിരിക്കുക, ആരെങ്കിലും വിളിച്ചോട്ടെ. ഈ ഒരു അനുഭവം കാരണം ഞാനത് വിട്ടിട്ട് ജപിച്ച് മിണ്ടാണ്. കുറേ മാല ജപിക്കാമല്ലോ ഉണ്ട്. മാല ജപിച്ച് 10 മണിയായില്ല, എൻ്റെ പേര് വിളിച്ചു. 55-ാം ഡിവിഷൻ അവരാദ്യം വിളിച്ചു. നോക്ക്, ഇതൊക്കെ ഭഗവാൻ ചെയ്യണ പരിപാടി. ആർക്കും മനസ്സിലാവില്ല കേട്ടോ ഈ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. അവരോടൊക്കെ മനസ്സിലായിട്ടില്ലേ അത്? ഇത് ഭഗവാൻ നമ്മളോട് കളിക്കണല്ലോ. നീ അത് വേണ്ട വെച്ചപ്പോൾ നിന്നെ ഫസ്റ്റ് വിളിച്ചു, എനിക്കത് തർക്കിച്ചപ്പോൾ എനിക്ക് ലാസ്റ്റ് ആക്കി. അപ്പോൾ ഭഗവാന്റെ ആഗ്രഹം എന്താ വെച്ചാൽ ഞാൻ മിണ്ടാതിരിക്കും അല്ലേ, നിനക്ക് വേണ്ട സമയത്ത് ഞാൻ ചെയ്തോളൂ. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അത് നടക്കേണ്ടി അത് സമയമായിട്ടില്ല എന്ന് വിട്ടു കൊടുക്കാനാണ്. വിട്ടുകൊടുക്കണ പരിപാടിയില്ലല്ലോ, വിട്ടുകൊടുക്കാൻ വേണ്ടി. ഇത് നമുക്ക് തന്നെ ഭഗവാൻ നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ തന്നെ തോൽപ്പിച്ച് അടിച്ച് നമ്മളെ റെഡിയാക്കാനാണ് ഭഗവാൻ. നീ മിണ്ടാതിരിക്കുമോ, നിൻ്റെ കാര്യം എനിക്കറിയാം അല്ലേ, അനുഭവിക്കണ കാര്യങ്ങളൊക്കെ നീ ചെയ്തു വെച്ചിട്ടുള്ള തന്നെയാണ്, അതുകൊണ്ട് ഇത്തിരി ക്ഷമയോടെ ഇരിക്കുമോ എന്ന് പറഞ്ഞു തരികയാണ്. അതാണ് കർണൻ ചെയ്യാതിരുന്നത്. കർണനെ പറ്റിയോ സൂതപുത്രന്ന് വിളിച്ചപ്പോൾ എന്താ കുഴപ്പം, എന്തെങ്കിലും വിളിച്ചോട്ടെ അല്ലേ. നമ്മൾ ആത്മാവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സൂതനായാലും അത് ആരായാലും ഏത് ജാതിയിലായാലും ഇപ്പം എന്താ കുഴപ്പമാണ്, നമ്മുടെ ആത്മാവ് പരിശുദ്ധമായാൽ മതി. ബ്രാഹ്മണപുത്രന് അശ്വത്ഥമാവ് ചെയ്ത പണിയൊക്കെ എന്താ ശൂദനേക്കാളും മോശമാണ്. അതിനൊക്കെ പ്യുവറായിട്ടുള്ള ക്യാരക്ടറാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത് അല്ലേ, എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളാണെങ്കിൽ എത്ര മോശം വ്യക്തി നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് നമ്മൾ അവർക്ക് അടിമപ്പെടും. പക്ഷെ വലിയ ആളാണെങ്കിലും വലിയ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ നമ്മളത് അവരെ വില വയ്ക്കില്ല. ഇത് തന്നെയാണ് ഈശ്വരൻ നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി കൊണ്ടോ അല്ലെങ്കിൽ കാസ്റ്റ് വൈസോ ഒന്നല്ല ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ പരിശുദ്ധമായ സ്വഭാവമാണ് ആൾക്ക് വേണ്ടത് അല്ലേ. ഇതന്നെയാണ് കർണൻ ചിന്തിക്കേണ്ടത്. ഇതെല്ലാം കാണാൻ ഈശ്വരനുണ്ട്, ആ ഭക്തിയുടെ കുറവാണ് അവിടെ അല്ലേ. അദ്ദേഹം ഇങ്ങനെ ഒരു വേർതിരിവ് എനിക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ കർമ്മമാണ്, അതവിടെ നടന്നോട്ടെ എന്ന് വിട്ട് കളഞ്ഞ് ഇവർക്ക് പണിയും കിട്ടിയാൽ ഇദ്ദേഹം രക്ഷപ്പെട്ടേനെ. ഇതിപ്പോൾ ഭഗവാൻ ഇവൻ ശത്രുത വെച്ചപ്പോൾ രക്ഷപ്പെടാണ്ട് അതാണ് കർണൻ്റെ അവസ്ഥ. ഇനി എന്താ അടുത്ത് സൗമദത്തി, ബാഹ്ലീക രാജാവിൻ്റെ മകനാണ് സോമദത്തൻ. ഇനി കർണൻ അർജുനൻ്റെ ഭ്രാതാവെന്ന് പറഞ്ഞു. പിന്നെ കൃപാചാര്യരുടെ സഹോദരി ഭർത്താവാണ് ദ്രോണാചാര്യർ. കൃപാചാര്യർക്കൊരു പെങ്ങളുണ്ട് കൃപിയാണ് ദ്രോണാചാര്യരുടെ ഭാര്യ. അവർക്കുള്ള ഒരു മോനാണ് അശ്വത്ഥമാവ്. അപ്പോൾ ഇത്രയൊക്കെ ഒരു ഐഡിയ കിട്ടി നമുക്ക് അല്ലേ. ഇനി 9ാമത്തെ ശ്ലോകം. അന്യേ ച ബഹവഃ ശൂരാ മദർത്തേ ത്യക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാ. വായിച്ചോളൂ ശ്ലോകം. അന്യേ ച ബഹവഃ ശൂരാ മദർത്തേ വ്യക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാ. ഹരേ കൃഷ്ണ. അന്യേച്ച ഏറ്റു പറഞ്ഞോളൂ. അന്യേച്ച മറ്റു പലരും, ബഹവ അനേകം, ശൂര ശൂരന്മാർ, മദർത്തേ എനിക്കായിക്കൊണ്ട്, ത്യക്തജീവിത ജീവൻ ത്യജിക്കാനൊരുങ്ങി, നാനാശസ്ത്രപ്രഹരണ പല വിധത്തിലുള്ള ആയുധങ്ങളുമായി ഭവിക്കുന്നു, സർവേ എല്ലാവരും, യുദ്ധവിശാരദ യുദ്ധത്തിൽ നിപുണന്മാരുമാകുന്നു, എനിക്കു വേണ്ടി സ്വജീവിതം അർപ്പിക്കുവാനൊരുങ്ങി വന്നവരായിട്ട് ഇനിയുമുണ്ട് പല വീരയോദ്ധാക്കളും. നാനാവിധത്തിലുള്ള
ആയുധങ്ങൾ കൈവശമുള്ളവരും സമരമുറകളിൽ സുപരിചിതരുമാണവർ. ഭാവാർത്ഥം ഇനിയാണ് പറയുന്നത്. ജയദ്രഥൻ, കൃതവർമാവ്, ശല്യർ തുടങ്ങിയവരും മറ്റുള്ളവരും ദുര്യോധനു വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ പാപിയായ ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നതുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. അപ്പം ഇനി ആരൊക്കെയാണ് എനിക്ക് വേണ്ടി? ഇപ്പം നിങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ. കൂടാതെ എനിക്ക് വേണ്ടി ജീവിതം അർപ്പിക്കാൻ മറ്റാൾക്കാരുണ്ട്. നാനാശസ്ത്ര പ്രഹരണം, ഒരുപാട് ശസ്ത്രങ്ങളിൽ പല വിധത്തിലുള്ള ആയുധങ്ങളുമായിട്ടുള്ള ആൾക്കാർ എനിക്ക് വേണ്ടി വേറെ ആൾക്കാരുണ്ട്. ആരൊക്കെയാണ് പറയണത്? ജയദ്രഥൻ, അത് ഈ ശ്ലോകത്തിലാണ് പറഞ്ഞത്. മറ്റേ ശ്ലോകത്തിലുള്ളത് തന്നെയാണ് അത്. ജയദ്രഥൻ, കൃതവർമാവ്, ശല്യറിനെയൊക്കെ ഇവർ പെടുത്തിയിട്ടുള്ള. ശല്യർ ശരിക്കും ആരുടെ അമ്മാവനാണെന്നറിയോ? ആ രണ്ട് അശ്വിനി കുമാരന്മാർ, രണ്ട് നകുലനും സഹദേവനും അവരുടെ അമ്മാവന്മാരാണ്. ഈ ആര്? മാദ്രിയുടെ ആങ്ങളാണ്. മാദ്രി ഇല്ലേ അവരുടെ അമ്മ? കുന്തിയുടെ പാണ്ഡുവിന്റെ രണ്ടാമത്തെ ഭാര്യ. സതി അനുഷ്ഠിച്ച മാദ്രി. ശല്യർ അവരുടെ മാമനാണ്. അദ്ദേഹത്തിന് കുറുക്ക് വഴിയിലോട്ട് സ്വന്തമാക്കിയാര്? ദുര്യോധനൻ. ഇവരുടെ പാണ്ഡവരുടെ മാമനെ ഇപ്പുറത്തേക്ക് ആക്കി ശല്യര് ഇവർ നിവൃത്തിയില്ലാണ്ട് പെടുത്തിയിരിക്കുകയാണ് ഓരോ വാക്കിൽ. അന്നൊക്കെ വാക്ക് പറഞ്ഞ വാക്കാണല്ലോ. ഓരോ വാക്കുകൾ ഇവരെയൊക്കെ പെടുത്തി വെച്ചിരിക്കുകയാണ് ദുര്യോധനൻ. അപ്പം ശല്യര്, കൃതവർമാവ്, ജയദ്രഥൻ ഇവരെല്ലാവരും ദുര്യോധനന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ. പാപികയിൽ അവരുടെ കൂടെ കൂടിയതുകൊണ്ട് ഉറപ്പായിട്ടും മരിക്കുന്നുള്ള ഉറപ്പാണ്. ഭഗവാൻ രണ്ട് ഭാവമാണ്. ഒന്ന് പ്രേമഭാവം, നമ്മളോടൊക്കെ ഉള്ളത് പ്രേമഭാവം. അതാണ് നമ്മളോട് പ്രതികരിക്കരുത് പറഞ്ഞു. പക്ഷെ പ്രതികരണത്തിൻ്റെ ഒരു ഭാവമുണ്ട്. ശത്രുവിനെ അല്ലേ ഭഗവാൻ തെറ്റായി അധർമ്മം ചെയ്യണവരെ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അത് ക്ഷത്രിയ ഭാവം. ഭഗവാൻ രാജാവാകുമ്പോഴുള്ള ഭാവമാണ് ശത്രു. ഇപ്പം ഇവിടെ പാണ്ഡവരുടെ കൂടെ ഭഗവാൻ രാജാവായിട്ട് നിൽക്കുന്നത്. വൃന്ദാവനത്തിലോ ഭഗവാനല്ലേ ഭഗവാൻ പ്രേമഭാജനായിട്ടാണ് നിൽക്കുന്നത്. അവിടെ രണ്ടാണ്. നമ്മളെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളെ എന്തിനങ്ങനെ തോൽപ്പിക്കണം അറിയോ? പ്രതികരണത്തിനേക്ക് നമ്മളെ ക്ഷത്രിയനാക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഭഗവാൻ. ഗോലോകത്ത് പോയിട്ട് പ്രേമം എന്ന് പറയുമ്പോൾ തെറ്റും ശരിയിലൊന്നും നോക്കില്ലല്ലോ. ഭഗവാന്റെ പ്രേമം മാത്രം. തെറ്റും ശരിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമല്ലേ. ക്ഷത്രിയ പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കില്ല. തെറ്റ് കണ്ടാൽ പ്രതികരിക്കണവരാണ് ക്ഷത്രിയൻ. അതാണ്. അങ്ങനെയുള്ളവരാണ് രാജ്യം ഭരിക്കുക. അത് വേറെ കാര്യം. നമ്മളെ കൊണ്ട് രാജ്യം ഭരിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ഭക്തി ഭഗവാന്റെ അടുത്ത് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ അതും നമ്മൾ മനസ്സിൽ ഇത് പഠിക്കുമ്പോൾ ക്ഷത്രിയന്മാർ വേണം അല്ലേ. രാജ്യം ഭരിക്കാനും രാജ്യം കാക്കാനും ഒക്കെ അവരുണ്ടെങ്കിലാണ് നടക്കുള്ളൂ കാര്യം. നമുക്ക് സുഖമായി ഉറങ്ങണമെങ്കിൽ അവരോട് വേണം അല്ലേ. അവരെ പോലുള്ള കുറച്ച് അവർക്ക് വേണ്ടിയാണ് ഭഗവാൻ എങ്ങനെയാണ് ഒരു രാജാവ് പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ കാണിച്ചു കൊടുക്കാനാണ് അദ്ദേഹം ദ്വാരകയിൽ ഭരിച്ച് കാണിച്ചു കൊടുക്കുന്നത് അല്ലേ. പാണ്ഡവരെ കൂടെ നിന്ന് വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണതൊക്കെ ഒരു ക്ഷത്രിയൻ. അപ്പോൾ അധർമ്മം ആരൊക്കെ ഉണ്ടായാലും ദുര്യോധനൻ്റെ കൂടെ ആരൊക്കെ വന്നിട്ടും കാര്യമില്ല അല്ലേ. അവരൊക്കെ എന്താണ് സ്വന്തം ജീവിതം വെറുതെ ബലി കൊടുക്കാൻ വന്നിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. ദുര്യോധനന്റെ പക്ഷത്ത് ചേർന്നുകൊണ്ട് തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർ കൊല്ലപ്പെടുമെന്ന് തീർച്ചയായി കഴിഞ്ഞു അല്ലേ. എങ്കിലും ഈ സുഹൃത്തുക്കളുടെ ഏകോപിച്ച ബലം തനിക്ക് വിജയം നേടിത്തരുമെന്ന് ദുര്യോധനൻ വിശ്വസിക്കുന്നു. പക്ഷെ ദുര്യോധനന്റെ വിചാരം എന്താ? കുറേ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ വിജയിക്കും. പക്ഷെ അവസാനം എന്തൊക്കെ പ്രേമത്തിനെ മാറ്റി നിർത്തുക. പ്രപഞ്ചത്തിൽ എന്തൊക്കെ നടന്നാലും അവസാനത്തെ വിജയം നന്മയ്ക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവുള്ളൂ എങ്കിലും അല്ലേ. ആദ്യം നമുക്ക് തോന്നും ഒരു കാര്യമില്ല ഈ നന്മയുടെ കൂടെ നിന്നിട്ട് എന്നൊക്കെ തോന്നും അല്ലേ. വിജയം മുഴുവൻ സാമർഥ്യമുള്ളവർക്കാണെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അവസാന വിജയം നന്മയ്ക്ക് ഉണ്ടാവുള്ളൂ. ഒരുപാട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടാവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. നന്മ വിജയിക്കുക, അവസാനം നന്മ മാത്രം വിജയിക്കുന്നത് കണ്ടിട്ടുണ്ട്. തിന്മയ്ക്ക് നമ്മളോട് വിചാരിക്കാത്തത്രയുള്ള ശിക്ഷ കിട്ടണതും കണ്ടിട്ടുണ്ട്. പലതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ സ്റ്റെപ്പിലൂടെ പോകുമ്പോഴും പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കതറിയാലോ. പക്ഷേ ഇതിലൊക്കെ അവർ വിജയിച്ചാലും തോറ്റാലും നമുക്ക് എന്താ ഒരു കാര്യം എന്ന് ആലോചിച്ച് കഴിഞ്ഞാലാണ് ഭക്തിയിലേക്ക് വരിക അല്ലേ. നന്മ വിജയിച്ചോ തിന്മ വിജയിച്ചോ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് അല്ലേ എപ്പോൾ വേണമെങ്കിൽ നശിക്കാവുന്നതാണെന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പ്രേമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ നന്മ തിന്മ എന്നുള്ളതൊക്കെ കട്ടാവും. അതൊരു ഉയർന്ന തലമാണ് കേട്ടോ. ബേസിക് തലങ്ങളാണ് ഈ നന്മയും തിന്മയൊക്കെ. ആ നന്മ തന്നെ വിജയിക്കുള്ളൂ. അത് ബേസിക് തലങ്ങൾ അല്ലേ. അതിലാണ് ഇപ്പോൾ ഈ യുദ്ധമൊക്കെ വരണത്. പക്ഷെ നമ്മുടെ തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്മ തിന്മയില്ല, ജയപരാജയം അല്ലേ. ആണ് പെണ്ണ്, കറുപ്പ് വെളുപ്പ്, ശരി തെറ്റ് ഇതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് പരിശുദ്ധ ഭക്തി പോണത്. അവിടെ ഓൺലി കൃഷ്ണനെ മാത്രമാണ്, കൃഷ്ണപ്രേമം. ഒരു നന്മയും തിന്മയും നമ്മൾ ശ്രദ്ധിക്കണില്ല അല്ലേ. അങ്ങനത്തെ ഒരു അവസ്ഥ. നമ്മൾ ഒരാളുടെ തിന്മ കണ്ടാലും ശ്രദ്ധിക്കും, നന്മ ആ ഒരു ഡ്യൂട്ടി പെട്ടെന്ന് നമുക്ക് ആ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ പറ്റില്ല. ക്രമേണ നമുക്കിതൊക്കെ വിരക്തി വരും.
ആര് ജയിച്ചാലും എന്ത് തോറ്റാലും എന്ത് അല്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ മൈൻഡിൽ വരും. ജയം പരാജയത്തിലേക്കും ശരി തെറ്റിലേക്കൊക്കെ പോകാണ്ട് ആകെ ഒരു കൃഷ്ണപ്രേമം മാത്രം. ഞാൻ ജീവിക്കണതേ എൻ്റെ കൃഷ്ണനെ പ്രേമിക്കാനാണ്. അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കുക, അദ്ദേഹമായിട്ട് വഴക്കുണ്ടാക്കുക, അദ്ദേഹത്തിനോട് ഇല്ലേ സംസാരിക്കുക. ബാക്കി ഒരു ലോകമില്ലാത്തൊരു കുറൂരമ്മയൊക്കെ ഒരു കുറൂരമ്മയുടെയൊക്കെ അവസ്ഥ ആലോചിച്ചു. കുറൂരമ്മ പൂന്താൻ ഈ ടൈപ്പ് ഭക്തരുടെ അവസ്ഥ എന്ന് വെച്ചാൽ, അതുപോലെ ഗോപികമാരുടെ അവസ്ഥ, യശോദ നന്ദഗോപർ, ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ ഈ ഗ്രൂപ്പിൽ പെടുന്നില്ല. വേറെ ടൈപ്പ് ഭക്തരാണ്. അവർക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ ഓൺലി കൃഷ്ണനാണ്. അവർക്ക് ഈ ലോകത്തിൻ്റെ ശരി തെറ്റോ നന്മതിന്മകളിലൊന്നും അവർ ചിന്തിക്കണേ ഇല്ല അല്ലേ. അർജുന ഗ്രൂപ്പ്, പാണ്ഡവ ഗ്രൂപ്പ് ഓർമ്മ ശരി, അവർ രാജാക്കന്മാർ, അവർ ശരി തെറ്റിലും നന്മ തിന്മയിലുള്ള ജീവിതമാണ് അല്ലേ. എത്ര ടൈപ്പ് ഭക്തരാന്ന് നോക്ക്. അപ്പം നമ്മളെ ഭഗവാൻ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനല്ല, തർക്കിക്കാനല്ല എന്ന്. ജയം പരാജയം വിജയിപ്പിക്കാനൊന്നും അല്ല. എന്നെ പ്രേമിച്ചാൽ മതി. നിൻ്റെ ഡ്യൂട്ടി നീ നമ്മുടെ ജീവിതത്തിൽ, എനിക്ക് ജീവിതത്തിൽ അങ്ങനെ വീണ്ടും വീണ്ടും പരാജയപ്പെടും ഞാൻ തർക്കിക്കാൻ പോയാൽ. ഞാൻ വിചാരിച്ചു ഭഗവാനെ നിങ്ങൾ നാണം കെടുത്താൻ പാടുമോ, നിൻ്റെ ഭക്തരല്ലേ. ഇല്ല, അവർ ജപിക്കുക കൂടെ ചെയ്യാത്തവരെ ജയിപ്പിച്ചിട്ട് നമ്മളങ്ങോട്ട് തോൽപ്പിച്ചു വിടുന്നത്. എന്തിനാ പറയുക, ഞാൻ തർക്കിക്കാൻ പോകുമ്പോൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. ഭഗവാന്റെ മക്കളല്ലേ ഭഗവാൻ തിരുത്താൻ പറ്റുക. നമ്മളെ ഉദ്ദേശിച്ചിട്ടുള്ളത് നല്ല പരിശുദ്ധ ഭക്തിക്ക് വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ ആ തർക്കത്തിൽ പെട്ടാൽ നമ്മൾ തോൽക്കുള്ളൂ. കൂടെ നമ്മൾ വിചാരിക്കും നമ്മൾ നാമം ജപിക്കണല്ലേ, കൂടെ നിൽക്കേണ്ട ആളല്ലേ, മൂപ്പര് എന്തെയും ഓപ്പോസിറ്റ് പക്ഷത്ത് പോയി നിൽക്കണം നമ്മൾ വിചാരിക്കും. അതെന്തുകൊണ്ടറിയോ, നമ്മളെ ഉദ്ദേശിച്ചിട്ടുള്ളത് ക്ഷമിക്കാനാണ്. സഹിച്ച് ക്ഷമിച്ച് വിട്ടുകളഞ്ഞ് ഭഗവാനെ മാത്രം പ്രേമിക്കാനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളവരാണ് ഈ കുറൂരമ്മ പൂന്താനം. ആ ടൈപ്പിലേക്ക് നമ്മളെയും കൊണ്ടുപോയി ഉദ്ദേശിക്കേണ്ടതെന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ ഈ വേണ്ടാത്ത ലോകത്തിൻ്റെ വേണ്ടാത്ത പരിപാടികളിലേക്ക് ഏർപ്പെട്ട് അവിടെ പരാജയപ്പെടുത്തും. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും നമ്മൾ ജപിക്കണവരായിട്ട് എന്താ അവിടെ പരാജയപ്പെട്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊരു ഇലക്ഷൻ നോക്കി നമ്മൾ പരാജയപ്പെടും. എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ നമ്മൾ അതിനെല്ലാം ഉദ്ദേശിക്കണത് അതുകൊണ്ടാണ് അല്ലേ. ചിലപ്പോൾ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ടാവും, പക്ഷെ എന്നാലും കൂടി ഭഗവാൻ എന്ത് ചെയ്യും, ഭഗവാനെ സ്നേഹമില്ലാത്തതുകൊണ്ട് ഭഗവാൻ അവിടെ തോൽപ്പിച്ച് കളി. കാരണം വെച്ചാൽ നമ്മളെ ഉദ്ദേശിക്കുന്ന രാജ്യം ഭരിക്കാനല്ല, നമ്മൾ ഭക്തിക്ക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ഷമ അല്ലേ, ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കണം. ആ മാർഗത്തിൽ കഷ്ടമാണ് അല്ലേ. തെറ്റും ശരിയും ഒന്നും അവിടെ നോക്കരുത്. ഓൺലി കൃഷ്ണൻ. മറ്റുള്ള കാര്യത്തിലേ നമുക്ക് ശ്രദ്ധയില്ല. ആ ഒരവസ്ഥയിലേക്ക് അതാണ് ഏറ്റവും സുഖം ഉണ്ടാകും. പക്ഷെ അറിയണ്ടല്ലോ, ഒന്നറിയണം, നമുക്കൊന്നും ആവശ്യമില്ല. ഒന്നും അറിയണ്ടെന്ന് മാത്രമല്ല, നമ്മളൊന്നും ആവശ്യപ്പെടണമില്ല അവിടെ. നമുക്ക് അറിയണ്ടാത്തതോടൊപ്പം തന്നെ നമ്മൾ ആഗ്രഹിക്കലും ഉണ്ടാവില്ല. നമ്മൾക്ക് പട്ടിണി തന്നാൽ നമ്മളത് സഹിക്കും. അങ്ങനെയുണ്ട്. അതൊരവസ്ഥ വേറെ കേട്ടാ. പല ടൈപ്പിലാണ് ഭഗവാൻ ഓരോ ഭക്തരോട് പ്രതികരിക്കുക അല്ലേ. പാണ്ഡവരുടെ കൂടെ വേറെ ടൈപ്പിലാണ് ഭഗവാൻ. കുചേലൻ്റെ കൂടെയോ, കുചേലനോട് എന്താ ചെയ്യിപ്പിച്ച ഭഗവാൻ? ഇത്രയും പാണ്ഡവരെ അർജുൻ വിളിക്കുമ്പോഴേക്കും ഓടിപ്പോയ ഭഗവാൻ എത്ര വെയിറ്റ് ചെയ്ത് കുചേലനൊന്ന് സഹായിക്കുന്നത്. കുചേലനെ സഹിക്കാൻ ഉദ്ദേശിച്ചിട്ടാണ്. ഭഗവാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത് ആളാണ്. ബ്രാഹ്മണൻ അല്ല, അതും ഭക്തനല്ലേ. ഭഗവാൻ രണ്ടിടത്ത് രണ്ട് പെരുമാറ്റമല്ലേ കാണിക്കുന്നത്. വിളിച്ചാൽ വിളിപ്പുറത്തൊന്നും അല്ല മൂപ്പര്. ഇത്രയും വിളിച്ചിട്ട് മൈൻഡ് ചെയ്യണേ ഇല്ല കുചേലന്. ഫുള്ള് പട്ടിണി എടുക്കാം. അതാണ് അത് മനസ്സിലായി. ഇപ്പം മാതാജിന്റെ പറഞ്ഞല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒന്നും അറിയണ്ടല്ലോ എന്നോ, അതുപോലെ തന്നെ ഉള്ള അവസ്ഥകളിലും നമ്മളൊന്നും ചോദിക്കാനും പാടില്ല. ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണ്ഡവര് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം നന്നായി അനുഭവിച്ചിട്ടുണ്ട്. രാജാക്കന്മാരായിരുന്നു അവരെല്ലാം. എന്തൊരു ഐശ്വര്യത്തിലാണ് യുധിഷ്ഠിരൻ വന്നിരുന്നറിയോ. സ്വർണ്ണത്തേരിലേക്കാണ് വന്നിരുന്നത്. അതിൻ്റെ ഐശ്വര്യം അവർക്കുണ്ടാവും. അതുപോലെ തന്നെ അവരുടെ ഫൈറ്റിങ്ങും വേറെ ടൈപ്പാണ്. ബ്രാഹ്മണ പരിശുദ്ധ ഭക്തർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വിധിച്ചോ അതുപോലെ ജീവിക്കണം ഭഗവാൻ. എന്നാലാണ് ആ പരിശുദ്ധ ഭക്തി കിട്ടുള്ളൂ അല്ലേ. എല്ലാം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, എന്നാൽ എല്ലാത്തിനും രക്ഷപ്പെടാനും പറ്റില്ല. എല്ലാത്തിനും രക്ഷപ്പെടുന്നവർക്കൊന്നും ഭഗവാനെ പൂർണ്ണമായിട്ട് സറണ്ടർ ചെയ്തവരായിരിക്കണം. ഭഗവാൻ തരാൻ വെച്ച തരും. ഭക്ഷണം മാത്രമല്ല, എന്തും നമ്മൾ ആഗ്രഹിക്കും. ഇപ്പം മകളുടെ കല്യാണം കഴിഞ്ഞാൽ ഒന്നും നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല പരിശുദ്ധ ഭക്തികൾ. അത് കൃഷ്ണൻ നിശ്ചയിക്കുന്ന പോലെ നടക്കും. ജോലി കിട്ടണം എൻ്റെ മക്കൾക്ക്, അതും പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ലെവലിലാണ്. നമ്മളെല്ലാം ഭഗവാന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്കെല്ലാം തരും. തരുമോ തരില്ല, തന്നില്ലെങ്കിലോ തരാത്ത അവസ്ഥ. അല്ല തരാത്ത വിശ്വസിക്കില്ല മാതാജി. തന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരവസ്ഥയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ചിലപ്പോൾ നമ്മുടെ മക്കളായിരിക്കും പരാജയം. ഭഗവാൻ തരും, അത് വേറെ കാര്യം. അതിലും ഒരു ആഗ്രഹം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. മനസ്സിലായ? പരിശുദ്ധ തലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറമാണെന്ന്. ചിലപ്പോൾ തരുമായിരിക്കും, ചിലപ്പോൾ തരില്ല. അത് അവൻ്റെ ഇഷ്ടമാണ്, അത് ഭഗവാന്റെ ഇഷ്ടമാണെന്ന്.
ആ എനിക്ക് ചിലപ്പോൾ തരും ചിലപ്പോൾ തരില്ല. ആ ലെവലാണ് കുറൂരമ്മയുടെയൊക്കെ ലെവലാണ് ഞാൻ പറയണത്. അവർക്ക് ഭർത്താവ് ഉണ്ടായ, കുട്ടികളുണ്ടായ, രണ്ടാം കെട്ടുകാരൻ ആളിട്ടെറിഞ്ഞ് പോയില്ലേ, നമ്മൾ വിചാരിക്കും അത് ഭഗവാനല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന ഭഗവാനല്ലല്ലോ, അതിലെ പ്രശ്നം മുഴുവൻ. നമ്മൾ ഭഗവാനെ മാത്രം ആഗ്രഹിക്കണേ ഇവിടെ ലോകത്ത് ഒരു പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ ഐശ്വര്യങ്ങൾ, നമ്മുടെ സുഖങ്ങൾ, നമ്മുടെ മക്കൾക്ക് നന്നാവണം, നമ്മൾ നന്നാവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, ആ ലെവൽ വേറെയാണ്. പരിശുദ്ധി അതിനും കടന്നിട്ടുള്ള ലെവലാണ്. അതിൽ ചിലപ്പോൾ ഭഗവാൻ നമ്മൾ വിചാരിച്ച് തന്നിട്ടേ ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മളൊരു ആഗ്രഹിച്ച പ്രാർത്ഥന നടക്കേയില്ല. അപ്പോൾ നമുക്ക് ഭഗവാനെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? അതാണ് ഗോപിയന്മാർ. ആശ്ലിഷ്യവാപാദരതാം പിന്നഷ്ടുമാം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട്. ശിശാശ്രീ, നീ എന്നെ ചിലപ്പോൾ സന്തോഷം കൊണ്ട് ആശ്ലേഷിക്കും കൃഷ്ണ, ചിലപ്പോൾ ഞങ്ങളെ മൈൻഡ് ചെയ്യാണ്ട് ചവിട്ടി മെതിച്ച് മൈൻഡ് ചെയ്യാണ്ട് പോവും, എന്നാലും എൻ്റെ പ്രാണനാഥൻ നീ തന്നെയാണ് എന്ന് പറയണൊരു ഭാവമാണ് ഗോപീഭാവം എന്ന് പറയണത്. അതായത് പല ലെവൽ ഭക്തരുണ്ട്, പല ടൈപ്പ്. ചിലർ മാതാജി പറഞ്ഞവരൊക്കെ വിട്ടുകൊടുത്ത് ഭഗവാൻ തന്നോളൂ അവർക്ക് എന്ന് വിചാരിക്കുന്നവർ. ചിലവർക്ക് ഭഗവാൻ ഒന്നും കൊടുക്കില്ലാതെ പരീക്ഷിക്കും. ഇങ്ങനെ ഒരു വിശ്വാസത്തിനെയും കട്ട് ചെയ്യും ഭഗവാൻ. ഇങ്ങനെ നമ്മളൊന്ന് വിശ്വസിക്കണ്ടല്ലോ ഭഗവാൻ നോക്കുന്നത്, പക്ഷെ അത് നോക്കാണ്ട് പോവും. എന്നിട്ടും ആ ഭക്തി നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഭഗവാൻ അതാണ് ഗോപിമാരുടെ മൈൻഡ് ചെയ്യേണ്ടത്. ഒരു വൃന്ദാവനത്തിന് ഇട്ടെറിഞ്ഞൊരു പോക്കുണ്ട്, നാളെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ വരാണ്ടിരിക്കണ ഒരു പോക്ക്. എന്നിട്ട് പോലും വ്രജവാസികൾക്ക് ഭഗവാനോട് ദേഷ്യമില്ല എന്നുള്ളതാണ്. അതൊക്കെ ഒരു വല്ലാത്ത ഭക്തിയാണ് മാതാജി. അതാണ് ഗോപീഭാവം എന്നൊക്കെ പറയണത്. നമ്മുടെ ഭാവം ഇപ്പം നമുക്ക് മനസ്സിലാവുണ്ടല്ലോ. നമുക്ക് മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഭഗവാൻ തീരെ ശ്രദ്ധിച്ചില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ അങ്കലാപ്പാവൂല്ലേ, വിഷമാവും. ഇനിയിപ്പോൾ വേറെ മതിക്കുന്ന അമ്പലത്തിൽ പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ മറ്റേ അമ്പലമുണ്ട് അവിടെ എന്തെങ്കിലും ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഭക്തി. വ്യഭിചാര ഭക്തിയാണ് ഇത്. ഇദ്ദേഹത്തെ കിട്ടില്ലേ അടുത്ത ആളെ കിട്ടില്ലേ മറ്റാളെ. വ്യഭിചാരം പറഞ്ഞാൽ എന്താ? ഒന്നിൽ ഒരു പുരുഷനിൽ ഒതുങ്ങാത്തവരില്ലേ വ്യഭിചാരി പറയുക അല്ലേ? വേശ്യാസ്ത്രീ എന്ന് പറയണത് എന്താ? ഒന്നിലോ നമ്മുടെ ഭക്തി ശരിക്കും നമ്മൾ എന്ത് ഭക്തിയാണ് ചെയ്യണേ? വ്യഭിചാരം തന്നെയല്ലേ. ഭഗവാനോട് എന്ത് വിശ്വസ്തത നമുക്കുള്ളത്? ഭഗവാൻ തന്നില്ല കണ്ട അല്ലേ? നമ്മുടെ ഭർത്താവ് നമ്മൾ നോക്കില്ല കണ്ട വേറെ ആളെ നോക്കാൻ പറയണത് വ്യഭിചാരം തന്നെയല്ലേ? നമ്മുടെ ഭക്തിയും വ്യഭിചാര ഭക്തിയാണ്. ശരിക്കും നമ്മൾ കുറേ പഠിക്കുമ്പോൾ ഓരോ ഭക്തന്മാരുടെ അവസ്ഥ. കുന്തി ദേവിക്ക് എന്ത് ചെയ്തു അല്ലേ? കുന്തി ദേവീനെ നമുക്ക് ഭർത്താവ് മരിച്ചു, രണ്ടാമതൊരു പെണ്ണ് വന്നു അല്ലേ? അങ്ങനെ എന്തൊക്കെ നമുക്ക് പിടിക്കാത്ത എല്ലാവർക്കും നടക്കണം അവരുടെ ജീവിതത്തിൽ. നമുക്ക് വേറൊരാളെ നമ്മുടെ ഭർത്താവ് കൊണ്ടുവന്നാൽ ഇഷ്ടപ്പെടും അല്ലേ? ഇതാണ് അവരുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത് അല്ലേ? എനിക്കിഷ്ടപ്പെടില്ല, അതുപോലെ തന്നെയല്ല എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടപ്പാട് മാത്രമാണ് ഓരോ ഭക്തർക്കും. എന്ന് വെച്ചാൽ അവരുടെ ഭക്തിയാണ് അളക്കണം അവിടെ. എന്തവസ്ഥയിൽ വന്നാലും നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഭക്തി എന്നാൽ എല്ലാ ഐശ്വര്യം ഉണ്ടാവും എന്നാണ്. നമ്മുടെ ഐശ്വര്യം ഉണ്ടാവില്ലെങ്കിൽ ഭക്തി ഉണ്ടാവുമോ എന്നുള്ളതാണ് ചിന്ത. ഒരു ഐശ്വര്യം തന്നില്ലേ എനിക്ക് ഭഗവാൻ. അപ്പോൾ ഭക്തി അതാണ് നമ്മളെല്ലാവരും സാധാരണക്കാരല്ലേ, നമ്മളൊക്കെ അങ്ങനെ ചിന്തിക്കുന്നു. പക്ഷെ പഠിച്ചത് മുഴുവൻ സാധാരണ ഭക്തിയല്ല. അപ്പം ഞാൻ പഠിക്കണത് മുഴുവൻ ഭാഗവതത്തിൽ പഠിക്കണ മുഴുവൻ സാധാരണമായിട്ടുള്ള ഭക്തിയല്ല. ഗോപിമാരുടെ ഭക്തി പറഞ്ഞാൽ സാധാരണ ലെവലേ അല്ല. അവർക്ക് എന്ത് സംഭവിച്ചാലും അവർക്ക് പ്രശ്നമില്ല. തലവേദന വന്നൊരു കഥ കേട്ടിട്ടില്ലേ? ഭഗവാൻ തലവേദന വേണ്ടി ശരി പരിശുദ്ധ ഭക്തന്മാർ കാലിൻ്റെ പൊടി കൊടുക്കണം. ഗോപികമാരെ കൊടുക്കണം. ഭഗവാന് നാരദൻ ഏറ്റവും നല്ല ഭക്തർ ആരാണെന്ന് അറിയാനായിട്ട് നാരദനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതറിയാൻ വേണ്ടി ഭഗവാൻ ഒരു ഐഡിയ ചെയ്തു. ഭഗവാൻ തലവേദനയായിട്ട് അഭിനയിക്കാൻ പറ്റും. എന്നിട്ട് നാരദ, നീ എൻ്റെ തലവേദന മാറണമെങ്കിൽ എനിക്ക് എൻ്റെ ഭക്തന്മാരുടെ കാലിൽ പൊടി വേണം പറയും. നാരദനോട് ചോദിക്കുന്ന നാരദ, അശു ഭഗവാനെ അവിടുത്തെ തിരുനെറ്റി എൻ്റെ പാദത്തിൻ്റെ വണ്ണോ നരകത്തിൽ പോണ്ടി വരില്ലേ ഞാൻ എന്നുള്ളതാണ് അവരുടെ പേടിയുണ്ട്. അവർക്ക് ഭയമുണ്ട്. അതിൽ നരകത്തിൽ പോണ്ടി വരും. ഒരു ഭയഭക്തിയാണ് അവിടെ. അതുപോലെ രുക്മിണിയിലൊക്കെ ചോദിക്കും, ഭഗവാന് 16,100 ഭാര്യമാരില്ലേ, അവരോടൊക്കെ കാലിൻ്റെ പൊടി ചോദിക്കും. അവരും പറഞ്ഞു നരകത്തിൽ. എന്താ നാരദ അവിടുന്ന് പറയണത്? ഭഗവാന്റെ തിരുനെറ്റിൽ ഞങ്ങളുടെ പാദത്തിൻ്റെ പൊടിയിട്ട് ഞങ്ങൾ നരകത്തിൽ കോടിക്കണക്കിന് വർഷം ഞങ്ങൾ നരകവാസം ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഒരു രക്ഷയില്ല. ആരും ഹനുമാൻ സ്വാമി അടക്കം പൊടി കൊടുക്കണില്ല. എല്ലാവർക്കും ഭയഭക്തിയാണ്. അവസാനം ഭഗവാൻ പറഞ്ഞു വൃന്ദാവനത്തിൽ പോയി നോക്കുക, അവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞു. വൃന്ദാവനത്തിൽ പോയപ്പോഴും നാരദനെ കാണുമ്പോഴേക്കും ഈ വ്രജവാസികളൊക്കെ ഓടിക്കൂടി, ഗോപിമാർ ഓടിക്കൂടി ഞങ്ങളുടെ ഭഗവാന് സുഖല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചു. നാരദനൊരു സ്വൈരം കൊടുക്കണില്ല. അപ്പോൾ നാരദൻ പറഞ്ഞു എന്താ ചെയ്യുക, ഭഗവാന് തലവേദന പറയുമ്പോഴേക്കും കരയാൻ തുടങ്ങി ഓരോരുത്തർ. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളുടെ കാലിൽ അടിയിൽ പൊടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നെറ്റിയിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖം മാറും പറയുമ്പോഴേക്കും അവരൊക്കെ കാലിൽ പൊടിയിൽ നനയ്ക്കാൻ തുടങ്ങി. എല്ലാവരും പോയി പൊടിയാക്കാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങളുടെ പൊടി എടുത്തോന്ന്
നാരദൻ അതിശയിച്ചു, നിങ്ങൾ നരകത്തിൽ പോവും, കോടിക്കണക്കിന് വർഷങ്ങൾ നരകയാതന അനുഭവിക്കണം, ഭഗവാന്റെ തിരുനേറ്റിന് നിങ്ങളുടെ പാദത്തിൽ പൊടിയിട്ടാണ്, ഞങ്ങൾ ഏത് നരകത്തിൽ വേണേ പൊക്കോട്ടെ എന്ന്. ഇല്ല ഗോപി രാധയാണ് അതിൽ സൂപ്പർ. ആ ഗോപിമാരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠ രാധാറാണിയാണ്. അപ്പോൾ ഈ ഗോപിമാരും രാധാറാണി ഒരുമിച്ചാണ് ഇത് ചെയ്യുന്നത്. വ്രജവാസികളുടെ ഒക്കെ മൂഡ് ഒരേ മൂഡാണ്. രാധയുടെ സ്ഥലമല്ലേ വ്രജം എന്ന് പറഞ്ഞാൽ രാധയുടെ സ്വഭാവം തന്നെയാണ് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നാരദൻ പറയണത് നിങ്ങൾ എത്രയോ ജന്മങ്ങൾ നരകയാതന അനുഭവിക്കേണ്ട ഒരു ഇത് ചെയ്താണ്, അത് കുഴപ്പമില്ലാന്ന്. ഞങ്ങള് ഏത് നരകത്തിലുണ്ടെങ്കിൽ പൊക്കോട്ടെ, ഞങ്ങളുടെ ഭഗവാന്റെ തലവേദന മാറിയാൽ മതിയെന്ന്. മറ്റവർക്ക് നരകം പേടിച്ചിട്ട് അവർ കൊടുത്തില്ല, തലവേദന പോയില്ലെങ്കിലും കുഴപ്പമില്ല അവർക്ക്. ഭക്തി ഭാര്യമാരും ഗോപിയന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അതാണ് നമ്മുടെ കേരളത്തിലെ ഭക്തി ദോഷ പാർട്ടികളാണ്. നമ്മളൊക്കെ പേടിച്ച് അയച്ചോ അത് അങ്ങനെയാവും ഇത് ഇങ്ങനെയാവും അല്ലേ, എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടി. പ്രേമമില്ല നമുക്ക് അല്ലേ, നമുക്ക് ഭക്തിയാണുള്ളത്, പ്രേമമില്ല. ഒരു ഗോപിമാർക്കുള്ളത് പ്രേമമാണ്. അപ്പം അങ്ങനത്തെ ഒരു തരം ഭക്തിയിലേക്കാണ് നമ്മുടെ പ്രഭുപാസ്വാമി നമ്മളെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു 5-10 വർഷം ഇത് പഠിക്കുമ്പോഴേക്കും ഒരു 5 വർഷം തുടർച്ചയായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേടി പോയി കിട്ടും. കൃഷ്ണനോട് നമ്മുടെ സ്വന്തം മക്കളോട് അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ ഉള്ളൊരു പ്രേമല്ലേ. നമുക്ക് ഭർത്താവിനെ പേടിയുണ്ട് ആർക്കെങ്കിലും? ഇല്ലില്ല, എനിക്കൊന്നും പേടി അല്ല. മക്കളെ പേടിയുണ്ടോ? ആ ഇതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഭഗവാനോട് അത്രയ്ക്കും ഇൻറ്റിമസി ആയി മാറും. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഇൻറ്റിമസി ഇല്ല, പേടിയുണ്ട്. ഭഗവാനെ പേടിയില്ലാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ സർവീസ് കൂടുതൽ കൊടുക്കാൻ തുടങ്ങും, ഭഗവാന് സേവനം കൂടുതൽ ചെയ്തു തുടങ്ങും അല്ലേ. പക്ഷെ അവൻ്റെ മറ്റു നിയമങ്ങളോടൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. ആ നിയമം ഈ നിയമം അങ്ങനെ നിൽക്കണം ഇങ്ങനെ നിൽക്കണം, ഇതിലൊന്നും അല്ല നമുക്ക് പ്രശ്നം. അവന് വിശക്കുണ്ടാവും അല്ലേ, എൻ്റെ കൃഷ്ണന് വിശക്കുണ്ടാവും, ഞാൻ എന്ത് വയ്യെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് തോന്നും. നമ്മുടെ മക്കൾക്ക് നമ്മൾ അങ്ങനെയല്ല, എന്ത് വയ്യെങ്കിലും അമ്മമാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും. മകൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ നമ്മളെ വയ്യെങ്കിലും എനിക്ക് ചെയ്യില്ലേ, അത് പ്രേമത്തിൽ ചെയ്യണതാണ്. സത്യത്തിൽ വയ്യായികയുണ്ട്, പക്ഷെ എൻ്റെ മോൻ ചോദിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരും, അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ അല്ലേ നമ്മുടെ പ്രേമത്തിൻ്റെ ഭാവം വ്യത്യാസമുണ്ട്. യശോദമ്മ പാല് കൊടുക്കുമ്പോൾ ഞാൻ മെൻസസ് ആണോ നോക്കിയിട്ടാണ് പാല് കൊടുക്കുക. നമ്മൾ മെൻസസ് ആണെങ്കിൽ എന്ത് ചെയ്യും? പൂജാ റൂമേ കിടക്കില്ലല്ലോ അല്ലേ. നമ്മളുടെ മുഴുവൻ ഭയഭക്തിയിലാണ്. നമുക്ക് പേടി, നമ്മൾക്ക് നരകത്തിൽ അനുഭവിക്കേണ്ട തെറ്റ് ചെയ്യല്ലേ. ഞാൻ എന്തെങ്കിലും നരകത്തിന് പോയിക്കോട്ടെ, എൻ്റെ കുട്ടിക്ക് വിശക്കണ്ടേ അത് കൊടുക്കട്ടെ എന്നൊക്കെ തോന്നാനുള്ളൊരവസ്ഥ. അത് കുഴപ്പമില്ല, സാരില്ല, കഴിയാറായി. എന്തായാലും അടുത്ത ആഴ്ച മുതൽ ബുധനാഴ്ച അല്ലേ, അപ്പോൾ കറക്റ്റാ. കറക്റ്റാക്കിക്കോളാം. കഴിയാറായി കഴിഞ്ഞു. സാരില്ല. അല്ല നിങ്ങൾക്ക് 11 മണിക്ക് മതിയെങ്കിൽ ഞാൻ 11 മണിക്ക് വരാം. 9:30 വരണമെന്നൊന്നുമില്ല. ഓക്കെ അല്ല 10 മണിക്ക് വേണമെങ്കിൽ തുടങ്ങാം. 10 to 11 നമുക്ക് ഭഗവത്ഗീതയും, 11 to 12 ഭാഗവതം. 12 മണിക്ക് പോകും, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. 10 മണി വരെ ടൈം കിട്ടില്ലേ വീട്ടിലെ പണികളൊക്കെ കഴിക്കാൻ. ഭഗവാന് വേണ്ടി കുറച്ചൊക്കെ സഹിക്കണം, ഭഗവാന് വേണ്ടി കുറച്ചൊക്കെ എന്തെങ്കിലും പ്രേമം എന്ന് പറഞ്ഞാൽ അതല്ലേ ഇത്. അപ്പോൾ കുറച്ച് 5 വർഷം കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. 10 മണിക്ക് കറക്റ്റ് 10 മണിക്ക് വരാം. അപ്പം ഓക്കെ രാമായണമൊക്കെ ചൊല്ലി. അപ്പൊ സന്ധ്യക്ക് രാമായണം ചൊല്ലിക്കൂടുന്ന? അതെ, എല്ലാം കൂടിയിട്ട് ഈ വ്യഭിചാര ഭക്തിയാണ്. വ്യഭിചാരം ഏതിലും ഒന്നിലും ഉറക്കണ പരിപാടിയില്ല. കൃഷ്ണൻ അല്ല മാതാജി, കൃഷ്ണന് ഏറ്റവും ഇഷ്ടം എങ്ങനെയായിരിക്കും? കൃഷ്ണന് മാത്രം സറണ്ടർ ചെയ്യുമ്പോൾ, അത് ലോകത്തെ എല്ലാവരും സറണ്ടർ ചെയ്യുമ്പോഴാണ് ഇഷ്ടമാവുക. ആലോചിച്ച് നോക്ക്, നമ്മുടെ ഭർത്താവിന് മാത്രം ഇഷ്ടപ്പെടണാണോ ഇഷ്ടം, നാട്ടുകാരനെയൊക്കെ ഇഷ്ടപ്പെടണാണോ ഇഷ്ടം? പൊസസീവ് അല്ലേ, ഒരു വിഷമവുമില്ല. ദേവി ഭഗവാന്റെ പെങ്ങളല്ലേ. അല്ല നമ്മൾക്ക് ഒരു ഭർത്താവേ പാടുള്ളൂ. ഭഗവാന്റെ പെങ്ങളാണ്. പെങ്ങളിലെന്ത് ദേവി ആരാ? ദേവി ഭഗവാന്റെ പെങ്ങളല്ലേ, സഹോദരിയാണ് പാർവതി ദേവി. കാർത്യായനി ദേവി അല്ല. നമ്മള് ഭഗവാൻ എങ്ങനെയാ കാണുന്നത്? മകനാണെങ്കിൽ ആ മകന്റെ പെങ്ങളല്ലേ, മകന്റെ സഹോദരി. നമ്മളെങ്ങനെയാ കാണുന്നത് ഭഗവാനെ? ഭഗവാന് നമ്മളെങ്ങനെയാ കാണുന്നത്? കുന്തിദേവി എന്ത് കണ്ടോട്ടെ, അത് കുന്തിദേവിയുടെ ഇഷ്ടമാണ്. നമ്മള് ഭഗവാനെ മകനായിട്ട് കാണുകയാണെങ്കിൽ ഭഗവാന്റെ പെങ്ങള് നമ്മുടെ മോൾ തന്നെയല്ലേ. പിന്നെ മോൾ അവിടെ വഴക്കുണ്ടാക്കുന്നില്ലേ മോനെ പ്രേമിച്ചു പറഞ്ഞിട്ട്? ഒന്നും വേണ്ട, സ്നേഹം. അവളെ മഹാത്മ്യായിട്ടൊന്നും പറയണ്ട. അതായത് നിന്റെ ചേട്ടനാണ് കൊടുക്കുന്നത്, നീ കൂടെ വന്നിരുന്നോ എന്ന് പറയാം കേട്ടോ. നീ കൂടെ കൂടെ കെട്ടിക്കോ കേട്ടോ പറയാം. ഇങ്ങല്ല അത് തന്നെ വന്നോളൂ.
ഞാനങ്ങനെ ശിവപാർവതിമാരുടെ ഭക്തയായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയില്ല, ഭാഗവതൊന്നും അറിയില്ലല്ലോ അന്ന്, പണ്ടല്ലേ. 2004 ഞാൻ ഭഗവത്ഗീത പ്രഭുപാദിന്റെ ആദ്യമായിട്ട് വായിക്കും. 2004 അന്നാണ് ആദ്യമായിട്ട്. ഓരോ ജന്മത്തിൻ്റെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ കുറച്ച് ഇതുണ്ടാവും. 2004 ആദ്യമായിട്ട് എനിക്ക് ഭഗവത്ഗീത കിട്ടിയത് ലൈബ്രറിയിൽ നിന്നാണ്. ഞാൻ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വർഷം. എൻ്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ലൈബ്രറിയനായിട്ട് ഒരു വർഷം വർക്ക് ചെയ്തു ഡിഗ്രി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അന്ന് എനിക്കറിയാം ഞാൻ ശിവപാർവതിമാരുടെ കട്ട ഫാനാണ്. തിങ്കളാഴ്ച വ്രതവും അങ്ങനെയൊക്കെ ശിവരാത്രി വ്രതവും ഒക്കെ പുലർച്ചെ വരെ ഒന്നും കഴിക്കേണ്ട വ്രതമെടുക്കുന്ന പാർട്ടിയാണ്. പക്ഷെ ആ വ്രതത്തിൻ്റെ പുണ്യാണ് ഈ ഗീത കിട്ടണം നമുക്ക്. എന്താണ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ, ഇതൊക്കെ വ്രതമൊക്കെ എടുത്തിട്ട് നമ്മൾ ആരാണെന്ന് അറിയില്ലായിരുന്നു അന്ന് വരെയും. ഗീത പഠിച്ചപ്പോൾ ഞാൻ ആത്മാവാണ് അല്ലേ, ഭഗവാന്റെ അംശമാണ് എന്നൊക്കെ അറിയണത് അന്നല്ലേ. അപ്പോൾ അതും ശിവൻ്റെ അനുഗ്രഹമാണ് മാതാജി. ശിവനറിയാം നമ്മളൊരു സിൻസിയറായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതാകുമ്പോൾ ഇതിൻ്റെ അടുത്ത ഒരു പടി ഉയർത്താം അല്ലേ, എന്താണ് കാര്യം എന്ന് പഠിപ്പിച്ചു കൊടുക്കാണ് ഗീത. ഇങ്ങനെ അടിക്കൊണ്ടിരിക്കുക കയ്യിൽ നിന്ന് വീണ് ഗീത കിട്ടി 2004. അപ്പോഴും എനിക്ക് അത് വായിച്ചു. അത് ഈ പ്രഭുപാദിൻ്റെ തന്നെ ഗീത കിട്ടി, ആരോ സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ലൈബ്രറിയിൽ. അതെനിക്ക് കിട്ടി, അത് ഫുള്ള് വായിച്ചു 2 ആഴ്ച കൊണ്ട് മുഴുവൻ. 2 ആഴ്ച ഒരാഴ്ച കൊണ്ട് ആർത്തി പിടിച്ചിട്ടാണ് വായിച്ചത്. ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് കിട്ടുന്നത് കയ്യിൽ, ഫുള്ള് വായിച്ചു. പിന്നീട് കല്യാണം കഴിയാത്തതുകൊണ്ട് അന്ന് പിന്നെ ഇത് ഫോളോ ചെയ്തിട്ടില്ല, വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് 2-ാമത്തെ വർഷമാകുമ്പോഴേക്കും ഇസ്കോണിൽ ഹരേശ്വരിലേക്ക് വന്നു. കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പേരിൽ വ്യാഴാഴ്ച വ്രതവും ഒക്കെ ആയപ്പോൾ തന്നെ ഇങ്ങോട്ട് ട്വിസ്റ്റ്. നമ്മൾ വ്രതം എടുക്കുമ്പോൾ ശുദ്ധി വരുമ്പോഴാണ് നല്ല വഴിക്ക് വരുള്ളൂ. തിങ്കളാഴ്ച വ്രതത്തിൻ്റെ കൂടെ വ്യാഴാഴ്ച വ്രതം, കുട്ടികൾക്ക് വേണ്ടി വ്യാഴാഴ്ച വ്രതം കൂടി എടുക്കാൻ തുടങ്ങി, കുട്ടികളുണ്ടാവാൻ വേണ്ടി. വ്യാഴാഴ്ച വ്രതമൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ആരൊക്കെയോ പറയണം, ഇതൊക്കെ സത്യമാണെന്നൊന്നും അറിയില്ല. അന്ന് നമ്മൾ കിട്ടിയതൊക്കെ എടുത്തു. ആരെങ്കിലും പറയണം. വ്യാഴാഴ്ച വ്രതം എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വ്യാഴാഴ്ച വ്രതം എടുക്കാൻ തുടങ്ങി. വ്യാഴാഴ്ച കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാൻ തുടങ്ങി. ഷഷ്ടിയൊക്കെ പറയും. എന്നോട് ഷഷ്ടി ആരും പറഞ്ഞില്ല കേട്ടോ, എന്നോട് പറഞ്ഞത് എന്നെ ഈ വഴിക്ക് കൊണ്ടുവരാനായിരുന്നു. ഷഷ്ടി എടുത്തെങ്കിൽ വേറെ വഴിക്ക് പോയി അന്ന് ആരോ പറഞ്ഞു. അപ്പം ഞാൻ വ്യാഴാഴ്ച വ്രതം എടുത്തു. വ്യാഴാഴ്ച വ്രതം എടുക്കുമ്പോൾ തിരുവമ്പാടി അമ്പലത്തിൽ എന്നും വരും. വ്യാഴാഴ്ച ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ഭഗവാൻ ചെയ്യണ പണിയാണ് മാതാജി. നമ്മൾ ഓരോരോ സ്റ്റെപ്പ് ഓരോരുത്തരെ ചെയ്യിപ്പിക്കുക. ആ ഉണ്ണി ഉണ്ടാക്കാതിരുന്നത് അതുകൊണ്ടാണ്. വേഗം കെട്ടിക്കാൻ ഞങ്ങൾ വരില്ലായിരുന്നു. അത് 7 വർഷം കുറച്ച് അതിനെ പണി പഠിച്ചപ്പോൾ തീരെ കിട്ടാണ്ടാവും. നമുക്ക് വേറെ ആരും ആശ്രയമില്ലല്ലോ. അപ്പോൾ ഭഗവാനെ ആശ്രയിക്കാം. അപ്പം പിന്നെ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ഒക്കെ സിമ്പിളാണ് മാതാജി. ഇത് നമുക്ക് കിട്ടില്ല വിചാരിച്ചോക്കെ അന്നൊക്കെ ആഗ്രഹം കൊണ്ട് തന്നെ വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് ഇതിലൊന്നും ഒരു കാര്യമില്ലാണ്ടായത്. എന്ത് എന്തായാലും നമുക്ക് തൃപ്തി വേണമെങ്കിൽ ഭക്തിയാണ് വേണ്ടത്, പ്രേമം ഭഗവാനോട്. അത് പിന്നെ അതൊക്കെ പിന്നെ ഭഗവാൻ ചെയ്തോളും, നമ്മളൊന്നല്ല ചെയ്യേണ്ടത്. പക്ഷെ ഇങ്ങനെ ആ വ്യാഴാഴ്ച വ്രതം എടുത്ത് ഫേസ്ബുക്കിലൊക്കെ വരണല്ലേ. അത് പിന്നെ ശരിക്കും നടക്കണമെന്ന് അറിയില്ല. അതൊക്കെ ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണത്. എയിലൊക്കെ കറക്റ്റായിട്ടുള്ള നടന്നുള്ളതാണ് നമുക്കറിയില്ല. അത് നടന്ന ആൾക്കാരാണ് ഈ പൂന്താനവും കുറൂരമ്മ, ആ കഥകളൊക്കെ ശരിക്കും നടന്നിട്ടുള്ളതാണ്. പിന്നെ ഗോപിമാരുടെ അവസ്ഥകളൊക്കെ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ പടി ഭഗവാൻ നമ്മളെ ഉയർത്തിക്കോളും. നമ്മളങ്ങോട്ട് വിട്ടുകൊടുത്താൽ മതി. നമ്മൾ ജപിക്കുക, നാമം ജപിക്കുക. ഈ വ്യഭിചാര ഭക്തിയൊക്കെ നിർത്തും ഭഗവാൻ. ഒരാളെ തന്നെ മതിയെന്ന്. അത് നിങ്ങളുടെ മകനെ നിങ്ങളുടെ നാട്ടുകാരെ മക്കളൊക്കെ ഇഷ്ടപ്പെട്ട പിടിക്കുമോ? പൊസസീവ്. അത് തന്നെ ഭഗവാൻ അങ്ങനെ പൊസസീവ് തന്നെയാണ്. ഭഗവാനെ മാത്രം ഇഷ്ടപ്പെടണം. അതെ 10:55. അപ്പം എന്തായാലും ഭഗവാനെ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങോട്ട് കണ്ടോളും. ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ നാമം ജപിക്കുക. അവൻ്റെ ആദ്യം ഭഗവാനെ അങ്ങനെയാണെങ്കിൽ നാമം ജപിച്ചു തുടങ്ങാം. അതെ, ഈ അമ്മമാർക്കൊക്കെ അങ്ങനെയുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. ഭഗവാന്റെ അതേ സ്മരണ വരുമ്പോഴേ അവരുമായിട്ടൊരു കണക്ഷൻ വരുമല്ലോ. ഭഗവാനായിട്ട് നമ്മൾ ഒരാളുടെ പേര് നിരന്തരം വിളിക്കുമ്പോൾ ആൾ നമ്മളെ നോക്കാതിരിക്കില്ലല്ലോ. ഇത് കേൾക്കണ്ടോ? അതുകൊണ്ടാണ് ആ പ്യൂരിറ്റി വരുന്നത് നമുക്ക്. നമ്മൾ ഹരേ കൃഷ്ണ വിളിച്ചു, കൃഷ്ണൻ വിളിക്കാൻ വരുമ്പോഴേക്കും നമ്മൾ അയ്യോ നാരായണ വിളിച്ചു. അപ്പോൾ കൃഷ്ണൻ ശരി നാരായണ വിളിക്കുന്നവൾ അങ്ങോട്ട് പോകണം. അപ്പോഴേക്കും ദേവിയെ വിളിച്ചു. അപ്പം നാരായണ അവിടെ നിന്നോ ദേവി. അപ്പോഴേക്കും എൻ്റെ ശിവനെ വിളിച്ചു. നമ്മളൊന്നിലും ഉറക്കില്ല. ഇവർ ആർക്കും വരാൻ പറ്റില്ല. അവിടെ പോയിട്ട് എന്താ പ്രാർത്ഥിക്കണേ? നിന്റെ കൃഷ്ണന്റെ ഭക്തി ഒന്നും എനിക്ക് തന്നെ വേണ്ട, അവിടെ കൃഷ്ണന്റെ നാമം ജപിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഞാൻ എവിടെ ചെന്നാലും ഹരേ കൃഷ്ണ നാമം തന്നെ ജപിക്കുള്ളൂ. ദേവിയുടെ ഇല്ല, ഞാൻ സ്വാമിയുടെ അടുത്ത് പോയാലും അയ്യപ്പന്റെ അമ്പലത്തിൽ പോയാലും ഹരേ കൃഷ്ണ ജപിക്കുക.
അയ്യപ്പ എനിക്ക് നിന്റെ കൃഷ്ണൻ്റെ ഭക്തി ഒന്ന് ഉറപ്പിച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് നാമം ജപിക്കും. അദ്ദേഹത്തിനെ നമസ്കരിച്ചിട്ട് നമ്മൾ നാമം ജപിക്കും. ഒരു ആരെയും ബഹുമാനിക്കണമല്ലോ. അപ്പോൾ ദേവന്മാരല്ലേ അവരെ ബഹുമാനിക്കണം. അവരെ നമസ്കരിച്ച് അവരെ മുന്നിലിട്ട് അവരുടെ ഈശ്വരനാണ് കൃഷ്ണ പറഞ്ഞത്. വിശ്വരൂപത്തിൽ കാണിച്ചു കൊടുക്കണല്ലേ ഭഗവാൻ കംപ്ലീറ്റ് കൃഷ്ണനിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഈശ്വരനാണ്. എല്ലാവരും കൃഷ്ണനിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ നാമം ജപിക്കുമ്പോൾ അവർക്കൊക്കെ സന്തോഷമാണ്. അവർക്ക് യഥാർത്ഥ സന്തോഷം വരുന്നത് നമ്മൾ ഈ നാമം ജപിക്കുമ്പോഴാണ്. കാരണം അവരും ആഗ്രഹിക്കുന്ന ഭക്തരാവാനല്ലേ. അവർക്ക് പരിശുദ്ധ ആൾക്കാരല്ലേ. അപ്പോൾ അവരെന്താ വിചാരിക്കുക, അവർ പരിശുദ്ധ ഭക്തി ആഗ്രഹിക്കും. നമ്മളെപ്പോലെ സാധാരണ അത് വേണം ഇത് വേണം പറഞ്ഞ് നടക്കുന്നവരെല്ലാം ഇഷ്ടമുണ്ടാവുക. അങ്ങനെ അത് തന്നെ റെഡി ആവും കേട്ടോ. ഞാൻ തന്നെ റെഡി ചെയ്തല്ലേ. ഞാനും ഇങ്ങനെ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു ഏതാണെന്ന്. പക്ഷെ എല്ലാവരും പൊസിഷൻ ഭാഗവതം പഠിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക്. ഭാഗവതം ഇനി അടുത്ത ആഴ്ച മുതൽ നമ്മൾ പഠിക്കാൻ പോണ ഭാഗവതമാണ്. ഭാഗവതത്തിലൂടെ നമുക്ക് ഈ കംപ്ലീറ്റ് ദേവീദേവന്മാരുടെ പൊസിഷൻ മനസ്സിലാവും. 33 കോടി ദേവീദേവന്മാരുണ്ട്. ഇവർ മുഴുവൻ ഈ ഭഗവാന്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അപ്പോൾ ഭഗവാനെ പൂജിക്കുമ്പോൾ ഈ അവയവങ്ങൾക്ക് മുഴുവൻ ഓട്ടോമാറ്റിക്കലി പൂജ കിട്ടുകയാണ്. പിന്നെ അവർക്ക് സെപ്പറേറ്റ് പൂജ വേഷം. നേരെ മറിച്ച് ഒരു ദേവീനെ മാത്രം പൂജിച്ച് കഴിഞ്ഞാൽ ആ ഒരു അവയവത്തിന് മാത്രമേ കിട്ടുന്നുള്ളൂ. കംപ്ലീറ്റ് ശരീരത്തിന് കിട്ടുന്നില്ല, കിട്ടുന്നുള്ളൂ. പക്ഷേ ഭഗവാൻ പറഞ്ഞാൽ കംപ്ലീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഭഗവാൻ ഒരു ആരതി ചെയ്യുമ്പോൾ 33 കോടി ദേവീദേവന്മാർക്കും ആരതി കിട്ടും. ഭഗവാൻ ഒരു നിവേദ്യം സമർപ്പിക്കും, ഇവരെല്ലാവർക്കും അത് കിട്ടും. അത് ദേവിയുടെ അമ്പലമാണല്ലോ. അപ്പം അതിൻ്റെതായ ചിട്ട അങ്ങനെയാണ്. അതിൻ്റെ ഒരു ചിട്ടയാണത് ദേവിയുടെ അമ്പലം. പിന്നെ എന്താ പറയുക, ഭഗവാൻ തന്നെ അത് നമ്മൾ ഭഗവത്ഗീതയുടെ അടുത്തടുത്ത് പഠിക്കും. നമുക്കൊരാഗ്രഹത്തിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതാത് ദേവനിൽ ശ്രദ്ധ ഉറപ്പിക്കണതും ഈ കൃഷ്ണൻ പരമാത്മാവായ ആരാണ്? കൃഷ്ണൻ തന്നെയല്ലേ. എല്ലാവരും ഉള്ളിൽ ആരായിരിക്കണേ? പരമാത്മാവിൽ കൃഷ്ണ വിഷ്ണു അല്ലേ ഇരിക്കണേ. അപ്പം അദ്ദേഹത്തിന് അറിയാം നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്കൊരു പ്രത്യേക ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് മറ്റു ദേവതമാരോട് താല്പര്യം വരുന്നത്. ആഗ്രഹമില്ലാത്തവർക്ക് കൃഷ്ണഭക്തി വരുള്ളൂ. നമ്മുടെ ഉള്ളിൽ എന്തോ നമ്മളറിയാണ്ട് നമ്മുടെ ആത്മാവല്ല, നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സും, നമ്മുടെ ഉപബോധ മനസ്സ് പലതും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള ദേവീദേവന്മാരോട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി തരണോ ഈ പരമാത്മാവ് തന്നെയാണ്. എന്നിട്ട് അതിൽ പ്രാർത്ഥിച്ച് ഉറപ്പിക്കും നമ്മുടെ മനസ്സിനെ. ആ ഉറപ്പ് തരണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മളെ എത്തിക്കും. എവിടെയാണോ അതിലേക്ക് ഉറപ്പിക്കാൻ പറ്റിയ മഹാത്മ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വന്നു വിടും. ദേവി മഹാത്മ്യം, ശിവപുരാണം ഒക്കെ നമ്മുടെ കയ്യിൽ വരുന്നത് ഭഗവാൻ തന്നെ തരണമാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ 2004 താല്പര്യം ഭഗവത്ഗീത കിട്ടിയത് ശിവൻ്റെ ഭക്തി ഉണ്ടെങ്കിലും ശിവന് മനസ്സിലായിട്ടുണ്ട് എനിക്ക് വേണ്ടത് എൻ്റെ ആഗ്രഹം കൃഷ്ണനെ ആണെന്നുള്ളത്. എൻ്റെ ആത്മാവിനെ ആഗ്രഹിക്കുന്നത് ശരിക്കും വിരക്തി തന്നെയാണ് ആത്മാവ് ആഗ്രഹിക്കുന്നതെന്ന് ഭഗവാന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഭഗവാൻ ഇത്രയും വ്രതം എടുത്തപ്പോൾ, എത്രയോ 6 വർഷത്തോളം ശിവൻ്റെ വ്രതം എടുത്തപ്പോൾ അതിൽ നമ്മുടെ ഹൃദയം പരിശുദ്ധമാണല്ലോ. ഹരേ കൃഷ്ണ. ഹൃദയം പരിശുദ്ധമാകുമ്പോൾ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്ന ശിവന് മനസ്സിലാവും നമ്മുടെ പരിശുദ്ധി എത്രത്തോളം വരുന്നുണ്ട്. ഓരോ ആൾക്കാരെ അവർക്ക് അറിയാലോ. അപ്പം എൻ്റെ ആത്മാവ് ഭഗവാൻ ആഗ്രഹിക്കേണ്ടതെന്ന് മനസ്സിലാവുണ്ടാവും കൃഷ്ണനെ. അതുകൊണ്ടാണ് ആ ഭക്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭഗവത്ഗീത കയ്യിൽ വന്നതും ഇതിലേക്ക് ട്വിസ്റ്റ് ചെയ്തതും. അപ്പോൾ ഈ പരമാത്മാവായി ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാവും. നമ്മൾ അതിനനുസരിച്ച് ഡയറക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭഗവത്ഗീത പഠിക്കാനുള്ള സാഹചര്യം വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാക്കളെ ആഗ്രഹിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്ത്? കൃഷ്ണഭക്തി, വിരക്തി. പുറത്ത് എന്തൊക്കെ നേട്ടം ആഗ്രഹിക്കുന്നില്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കൊരു വിരക്തി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഭഗവാനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് ഈ ഒരു സാഹചര്യം ഭഗവാൻ തരില്ല. കട്ട് ചെയ്ത് കളയും വേറെ സ്ഥലത്തേക്ക്. ഭഗവാൻ അറിയാം ഇത് കട്ട് ചെയ്ത് കളയാനും അറിയാം. തരാനുള്ളവർക്ക് വേണ്ടാത്ത നമ്മുടെ തന്നെ ബന്ധുക്കൾക്ക് വരാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരാൾക്ക് വരുന്ന അതേ ഇഷ്ടം നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് വരുന്നില്ല. പക്ഷെ അവരുടെ ആഗ്രഹം തീർന്നിട്ടില്ല. അവരുടെ മനസ്സാഗ്രഹിക്കുന്നത് വേറെ ടൈപ്പാണ്. അങ്ങോട്ടല്ലേ ഡയറക്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങോട്ടാണ് ഭഗവാൻ ഡയറക്റ്റ് ചെയ്യുള്ളൂ. പരമാത്മാവാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യണത്. എന്നാണോ നമുക്ക് എപ്പോഴും നമുക്ക് ഭഗവാനോട് തിരിയാൻ തോന്നുന്നു, നമ്മൾ കുറേ വ്രതം എടുക്കുമല്ലോ, കുറേ പുണ്യകർമ്മങ്ങൾ ചെയ്യും, അറിഞ്ഞോ അറിയാതെയോ കുറേ പേർക്ക് ദാനം ചെയ്യും, കുറേ അന്നദാനം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പുണ്യം വർദ്ധിച്ചില്ലേ, ഹൃദയം പരിശുദ്ധമായി തുടങ്ങും. ഈ പരിശുദ്ധമായി തുടങ്ങുമ്പോൾ നമ്മുടെ ആത്മാവ് പിന്നെ പരിശുദ്ധി ഉള്ളത് ആഗ്രഹിക്കാൻ തുടങ്ങും. വേണ്ടാത്തതെന്ന് വിട്ടിട്ട് അപ്പോൾ നമ്മൾ ഇതിലൂടെ ആഗ്രഹം നമ്മുടെ ആത്മാവിന് വരണമെങ്കിൽ നമ്മൾ ഒരുപാട് പുണ്യം ചെയ്തിട്ടുണ്ട്. കുറേ ജന്മങ്ങളിൽ കുറേ തീർത്ഥസ്ഥലങ്ങളിൽ മുങ്ങിയിട്ടുണ്ടാവും, കുറേ പേർക്ക് അന്നദാനം ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കിണർ കുഴിക്കുക, ആൾക്കാർക്ക് വെള്ളം കൊടുക്കുക, അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധി കൂടുമ്പോൾ നമുക്ക് നല്ല വഴിക്ക് തിരിയാൻ തോന്നും. തെറ്റുകൾ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ചീത്ത വഴിക്ക് തിരിയാൻ തോന്നും. വേണ്ടാത്ത മാഫിയയിലൊക്കെ ചെന്ന് പെടും.
അല്ലേ? ഇതേ മനുഷ്യർ തന്നെ ഭഗവാൻ അങ്ങടൊക്കെ പെടുത്തുന്നുണ്ട് അല്ലേ? ആ മാഫിയ ഈ മാഫിയ കൊണ്ട് വൃത്തികേടിലേക്ക് കൊടുത്തുന്നത് ഇതേ ഭഗവാൻ തന്നെ, പരമാത്മാവരുള്ളുണ്ട്. അവർ ചെയ്യുന്ന തെറ്റുകൾ കൂടണ കൊണ്ടാണ്. ഇനി അതേ ആൾക്കാർ, ആ മാഫിയയിലുള്ള ആൾക്കാർ തന്നെ നന്മകൾ ചെയ്തു തുടങ്ങി വെക്കും. അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടല്ല, കുറേ പേർക്ക് അന്നദാനം കൊടുത്തു എന്ന് വെക്കും. അയാൾക്ക് വൃത്തികെട്ടായിട്ട് സമ്പാദിച്ച കാശ് കൊണ്ട് കുറേ പേർക്ക് അന്നദാനം ചെയ്തു. വേണ്ട, വെറുതെ അമ്പലത്തിൽ ആരോ വന്ന് എന്തോ ചോദിച്ചു, കുറച്ച് അന്നദാനത്തിന് അവർക്ക് കൊടുത്തു. ഇത് ആൾക്ക് പരിശുദ്ധി വന്നു തുടങ്ങി. ഇനി ആളിനെ പതുക്കെ പതുക്കെ അവിടെ നിന്ന് മാറ്റി ഭഗവാൻ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങും. പുണ്യം വർദ്ധിച്ചില്ലേ? തെറ്റായ വഴിയിലുള്ള ആളും കുറേ പുണ്യപ്രവൃത്തി ചെയ്തപ്പോൾ ആളിനെ നല്ല വഴിക്ക് ഭഗവാൻ തിരിക്കും. ഈ നല്ല വഴിയുള്ള ആളാണെങ്കിലും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തിരിക്കാനും ഭഗവാൻ തെറ്റായ വഴിക്കും തിരിക്കും. ഇതൊക്കെ പരമാത്മാവ് നമ്മൾ ചെയ്ത കർമ്മം അനുസരിച്ചാണ് തിരിക്കുന്നത്. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നും ഭക്തിയിൽ വന്നില്ലെങ്കിലും കുറേ നല്ലത് ചെയ്യാൻ പറയുന്നത്. കുറേ പുണ്യകർമ്മങ്ങൾ ചെയ്താലിങ്ങനെ അവർക്ക് നല്ലതാണ്. ഭക്തിയിൽ വന്നവർ ഏറ്റവും വലിയ പുണ്യമാണ് ചെയ്യുന്നത് നാമജപം. അത് പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ ചെയ്യണം, നാമം ജപിക്കും. പിന്നെ നമ്മളുടെ അത്ര പുണ്യം മറ്റുള്ളവർ ചെയ്യണില്ല. അന്നദാനം ചെയ്യണവർ പോലും ഹരേ കൃഷ്ണ എന്ന് ഉറക്കം നമ്മൾ ജപിക്കണവർ ചെയ്യണ അത്രയും പുണ്യം. 1000 തവണ അന്നദാനം ചെയ്യണതിൻ്റെ പുണ്യമാണ് നമ്മൾ ഒറ്റപ്പടിക്ക് കൃഷ്ണ എന്ന് വിളിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യണ പുണ്യം. ആ പ്രപഞ്ചത്തെ ചുറ്റുവട്ടം മുഴുവൻ ശുദ്ധീകരിക്കണം ഈ നാമം. അവർക്ക് മുഴുവൻ നന്മയില ഉണ്ടാവണം. അതുകൊണ്ടാണ് ഹരിനാമം ജപിക്കുമ്പോഴുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഈ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോഴൊക്കെ സമയം കിട്ടണം അപ്പോഴൊക്കെ ജപിക്കുക. ബാക്കിയൊക്കെ ആ നാമം തന്നെ നമ്മളെ ഡയറക്റ്റ് ചെയ്യും കറക്റ്റായ വഴിയിൽ. എങ്ങോട്ട് പോകണം, നമ്മൾ എങ്ങോട്ട് തിരിക്കണം എന്നൊക്കെ ആ നാമം. എത്ര നിങ്ങൾ വേണ്ട വെച്ചിട്ട് നാമം കുറച്ചെങ്കിലും ജപി. മാതാജിക്ക് കുറേ വയ്യാണ്ട് വരാണ്ടായി, പക്ഷെ നാമം ജപിച്ച ആളായതുകൊണ്ട് ഭഗവാൻ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് തന്നെ തിരിക്കണുണ്ട്. മാതാജിക്ക് മുട്ടുവേദന, അങ്ങോട്ട് കയറാൻ വയ്യ, ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് മാതാജിക്ക് വരാൻ പറ്റുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അന്ന് ജപിച്ച നാമവും അന്ന് ജപിച്ച സേവയും ഭഗവാൻ മറക്കാത്തതുകൊണ്ട് വീണ്ടും ഒരു അവസരത്തിൽ ഭഗവാൻ തിരിച്ചാ നന്മയിലേക്ക് തന്നെ നമ്മളെ കൊണ്ടുവരും. നമ്മളെ കളയില്ല, ഭഗവാൻ വിട്ട് കളയില്ല. അപ്പോൾ നാമം ജപിച്ചാൽ മതി. ഇനി ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണേ. ഇനി ആ ദേവന്മാരെ അതൊക്കെ പ്രാർത്ഥിച്ചോ. ഈ മാതാജി വന്നിട്ട് അത് ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ നാമവും ചൊല്ലിക്കോ, സഹസ്രനാമോ. പക്ഷെ ശരിക്കും ഹരിനാമം ജപിക്കാൻ തുടങ്ങുമ്പോൾ അതിനൊന്നും നേരം കിട്ടില്ല. എല്ലാം കൂടെ എങ്ങനെ ചെയ്യും ഒരു മനുഷ്യനല്ലേ? ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം, 16 മാലയൊക്കെ ജപിക്കണമെങ്കിൽ 2 മണിക്കൂർ വേണം. 16 മാല. പിന്നെ വീട്ടിലെ കാര്യം അതൊന്നും ആവശ്യമില്ലല്ലോ. സഹസ്രനാമ തത്തുല്യം രാമനാമം. ഒരു രാമ എന്ന് വിളിച്ച സഹസ്രനാമത്തിന് തുല്യമായി. പിന്നെ രാമ വിളിച്ച സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞില്ലേ? 3 തവണ രാമ വിളിച്ച 3000 തവണയായി സഹസ്രനാമം. 3 രാമനാമം ജപിക്കാൻ തുല്യാണ് ഒരു കൃഷ്ണനാമം. അതിലേക്ക് പറയണ്ടല്ലോ, സഹസ്രനാമ തത്തുല്യം രാമനാമം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? എന്താണ് പരായണേ അല്ലേ? പരായണേ. എനിക്കത് കാണണമെന്നൊന്നും അറിയില്ല. ഡയറക്റ്റ് ഭഗവാൻ ഹരേകൃഷ്ണൻ എത്തിച്ച കാരണം. പിന്നെ കൃഷ്ണ 3 രാമനാമം ചൊല്ലാൻ തുല്യാണ് ഒരു കൃഷ്ണ വിളിച്ച. കൃഷ്ണ വിളിക്കുമ്പോൾ അപ്പോൾ 3000 തവണ നമ്മൾ സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞു കൃഷ്ണ എന്ന് വിളിച്ചപ്പോൾ. പിന്നെ സഹസ്രനാമത്തിൻ്റെ ആവശ്യം എന്താ അവിടെ? കൃഷ്ണൻ തന്നെയല്ലേ, കൃഷ്ണൻ്റെ പേരിനല്ലേ സഹസ്രനാമത്തിലുള്ളത് അല്ലേ? സഹസ്രനാമത്തിൽ എന്തൊക്കെ പേരുകളുള്ളത്? ലോഹിതാഷ അല്ലേ, രാധാമോ, എന്തൊക്കെ പേരുള്ളത് സഹസ്രനാമം? ഞാൻ വായിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു 1000 ഭഗവാന്റെ നാമല്ലേ ഉള്ളത്? ഭഗവാന്റെ 1000 നാമാണല്ലോ അത്. ഭഗവാന്റെ സുപ്രീം നാമല്ലേ ചൊല്ലണ കൃഷ്ണ. കൃഷ്ണന്റെ പേര് തന്നെയല്ലേ അത് സഹസ്രനാമം. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും. ഇതാണ് ബുദ്ധിയുള്ളവർ വേഗം കൃഷ്ണന്റെ നാമം ചൊല്ലിക്കഴിഞ്ഞു. അപ്പം ഞങ്ങൾ 16 തവണ ഹരേകൃഷ്ണ നാമം ജപിക്കുമ്പോൾ അല്ലേ, 1728 തവണ, 1728 ഇൻറ്റു 1000 അത്രയും പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞു സഹസ്രനാമം. അപ്പം പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പം എല്ലാതും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. രാധാകൃഷ്ണ ഭക്തിയിൽ ഈ കംപ്ലീറ്റ് നമ്മൾ ചെയ്യുന്ന ഭക്തി ഉണ്ട്. പേടിക്കേ വേണ്ട. പക്ഷെ ഇതിൽ ശരിക്കും ജപിക്കണമെന്ന് മാത്രം, നാമം ജപിക്കണം. ഇപ്പം ഇനി പേടിച്ച് നിർത്തണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളെല്ലാം ചൊല്ലിക്കോ. ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം. അത് രാവിലെ വൈകുന്നേരം എപ്പോഴാ വെച്ച് കഴിഞ്ഞാൽ ഹരേ കൃഷ്ണ അത് എപ്പോഴും ചൊല്ലിക്കോളൂ. അത് എപ്പോഴും ചൊല്ലിയതുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ പറഞ്ഞു തരുന്നത് ഭഗവാൻ. നിങ്ങളത് എപ്പോഴും ചൊല്ലിയപ്പോൾ നിങ്ങൾക്ക് അടുത്ത് എന്താ പറഞ്ഞു തരുന്നതെന്ന് ഭഗവാൻ അറിയാം. ഇവരെൻ്റെ നാമവും ചൊല്ലുന്നുണ്ട്, പലതും അറിയണമില്ല. കേട്ടു, ആ മാതാജി കേട്ടു. ഹരേ കൃഷ്ണ. ഇത് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കുള്ള സന്തോഷം തരും. ഇത് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, ഭഗവാനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലേ? അത് ഒരു പ്രത്യേക രസമാണ്.
അത് നമ്മൾ ഭഗവാന്റെ അംശമല്ലേ, നമുക്കത് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല മാതാജി. പിന്നെ ഭൗതിക ആഗ്രഹങ്ങൾ അടങ്ങാതെ കയറുമ്പോൾ ഇത് മറന്നു പോയിട്ട് പോകണതാ മറ്റുള്ളവർ. അവർക്കും ഇതൊക്കെ ഒന്ന് ഒടുങ്ങുമ്പോൾ തിരിച്ച് ഇവിടെ തന്നെ സന്തോഷം കിട്ടുള്ളൂ. എത്ര അതിൻ്റെ പിന്നാലെ പോലെ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടോയെന്ന്. നമ്മൾ പലതും ജീവിച്ച് കഴിഞ്ഞ് വന്നവരല്ലേ, എവിടെയെങ്കിലും നമുക്ക് ഇതുപോലൊരു സന്തോഷം കിട്ടിയിട്ടില്ല, ഇങ്ങനൊരു ആനന്ദം അല്ലേ? കല്യാണം കഴിഞ്ഞ് ഇതുപോലൊരു ആനന്ദം കിട്ടിയിട്ടില്ല അല്ലേ? കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടും ഇതുപോലൊരു ആനന്ദം കിട്ടിയില്ല. എന്തൊക്കെ കല്യാണങ്ങൾക്ക് വേഷം കെട്ടിയൊക്കെ നമ്മൾ പോകണം, എന്നിട്ടും അവിടെ ഇതുപോലൊരു ആനന്ദം കിട്ടും. മാത്രമല്ല സാരി ഒന്ന് അഴിച്ചാൽ മതി അല്ലേ? ഒന്ന് ഈ പട്ടുസാരി ഒന്ന് അഴിച്ചു കിട്ടിയാൽ മതി, ഒരു സമാധാനം കിട്ടുക അല്ലേ? സ്വസ്ഥമായിട്ടൊരു നമ്മുടെ ഒരു വീട്ടിലുള്ളൊരു നോർമൽ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു സമാധാനം. നമുക്ക് അതൊക്കെ വെച്ച് കെട്ടാണ് നമുക്ക് സത്യത്തിൽ നമുക്ക് സന്തോഷമില്ല അതുകൊണ്ട് അല്ലേ? നാലാളെ കാണിക്കാനാണ് ഈ പണിയൊക്കെ ചെയ്തിട്ട് പോണത്. സത്യത്തിൽ ആത്മാവിന് സന്തോഷം ഉണ്ടോ? എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ. കുറേ ലക്ഷ്യമുണ്ട് കല്യാണത്തിന് പോണതിന്, കുറേ ലക്ഷ്യമുണ്ട്. പക്ഷെ ആ പട്ടുസാരി ആഭരണം ഇട്ട് നടക്കണ്ടേ ഇനി പണിയെടുക്കാണ്. അതിന് ഇരട്ടി പണിയാണ് ഈ സാരി കൊടുക്കൽ, അഴിക്കലും ചോറ് വെക്കണൊക്കെ. അതെ, എന്നിട്ട് അവിടെ പോയി കുറേ നേരം തലാട്ടി കുറേ പേരോട് പറഞ്ഞ് ഉഷ്ണിച്ചിട്ടും വേദനിച്ചിട്ടും നമ്മൾ സന്തോഷമാണ് വിചാരിക്കുന്നത്, യഥാർത്ഥ സന്തോഷം. പക്ഷെ ഇവിടെ നമ്മൾ എത്ര മണിക്കൂർ ഞാൻ ഇരുന്നപ്പോൾ അറിയോ? 11 മണിയായി അല്ല. നമുക്ക് ആനന്ദം ഉള്ളതുകൊണ്ട് നിർത്തണം എന്ന് തോന്നണില്ല, കേൾക്കണവർക്കും മതിയെന്നൊരാൾ പറയണില്ലല്ലോ. അതെന്താ പറയുക, ഇത് യഥാർത്ഥ ആനന്ദം. എന്തുകൊണ്ടത് പറയാത്തറിയോ? ഇത് യഥാർത്ഥ ആനന്ദമാണ്. മറ്റേത് നമ്മൾ കൃത്രിമമായിട്ട് ആനന്ദം ഉണ്ടാക്കണതാണ്. ഇത് നമ്മളെ ആത്മാവ് ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെയും എല്ലാവർക്കും ഇത് തന്നെയാണ് സന്തോഷം. പിന്നെ എന്തിനാണ് ഇതൊക്കെ വേണ്ട വെച്ചാൽ അതിലേക്ക് പോകണമെന്ന് എനിക്കറിയില്ല. സന്തോഷം ഇതാന്ന് മനസ്സിലായി, ഇതിൽ പിടിച്ച് നിൽക്കണ്ട എല്ലാവരും അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. ഭാഗ്യം വേണം നമുക്ക് എല്ലാം. ശരി, ഹരേ കൃഷ്ണ. നിർത്തട്ടെ. ഹരേ കൃഷ്ണ. എല്ലാവരും